അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി സംസാരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം പ്രസംഗിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ മധ്യത്തിൽ ഉലാവുന്നവനായ സഭയുടെ നാഥൻ, സഭയുടെ മധ്യത്തിൽ ഉലാവുന്നവനായ സഭയുടെ നാഥൻ ഇന്ന് രാത്രി ജീവൻ പകരുവാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ജീവൻ പകരുവാൻ വിശ്വസ്തനാണ്. അവന്റെ വചനത്തിനകത്താണ് ജീവൻ. അവന്റെ വചനത്തിനകത്താണ് ജീവൻ. അവന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ തന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവന്റെ വചനം അയച്ച് ഭാവിയെ രക്ഷിക്കുന്നവനാകുന്നു. അവന്റെ വചനം അയച്ച് ഭാവിയെ രക്ഷിക്കുന്നവനാകുന്നു. ഒരു കാലത്ത് നിനക്കുണ്ടായിരുന്ന ജീവൻ, ഒരു കാലത്ത് നിനക്കുണ്ടായിരുന്ന ജീവൻ ഇന്ന് രാത്രി നിനക്ക് മടക്കി തരുവാൻ, ഇന്ന് രാത്രി നിനക്ക് മടക്കി തരുവാൻ അവന്റെ വചനം അയക്കുവാൻ വിശ്വസ്തൻ. അവൻ തന്നെ വചനം അയക്കുവാൻ വിശ്വസ്തൻ. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് ഫ്യൂജി എന്ന് പറയുന്ന ദ്വീപിൽ ദൈവത്തിന്റെ സുവിശേഷം എത്തിയിരുന്നില്ല. രാജ്യത്ത് സുവിശേഷം എത്തിയില്ല എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് സുവിശേഷം എത്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധകാരത്തിന് ശക്തികളാണ് അവിടെ വാഴുന്നത്. അതുപോലെ ഫ്യൂജിയെയും ഭരിച്ചിരുന്നത് ഐശാചിക ശക്തികളായിരുന്നു. അന്ധകാരത്തിന്റെ ശക്തികളായിരുന്നു. ഈ ഫ്യൂജി ദ്വീപിനെ കുറിച്ച് ആത്മഭാരമുണ്ടായ ഒരു ദൈവദാസൻ, ഈ ഫ്യൂജി ദ്വീപിനെ കുറിച്ച് ആത്മഭാരമുണ്ടായിരുന്ന ഒരു ദൈവദാസൻ ഈ സുവിശേഷമായി ഫ്യൂജിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നരഭോജികൾ അദ്ദേഹത്തെ വെട്ടി നുറുക്കി ആവിയിൽ പുഴുങ്ങി തിന്നു. അദ്ദേഹത്തിന്റെ 2 ചെരുപ്പ് ഇന്നും ഫ്യൂജി മ്യൂസിയത്തിലുണ്ട്. ഒരു മനുഷ്യൻ അവിടെ അവസാനിച്ചു, സുവിശേഷം അവിടെ അവസാനിച്ചില്ല. ഒരു മനുഷ്യൻ അവിടെ അവസാനിച്ചുവെങ്കിലും സുവിശേഷം അവിടെ അവസാനിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശബ്ദം പിന്നെയും ഫ്യൂജിയിലേക്ക് മുഴുകിക്കൊണ്ടിരുന്നു. അനേക യുവാക്കൾ സുവിശേഷവുമായി ഫ്യൂജിയിലേക്ക് കടന്നുപോയി. ഇന്ന് നമ്മളോട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടെ എതിർപ്പുകളുടെ മധ്യത്തിൽ കൂടെ സുവിശേഷം ഫ്യൂജിയിൽ വളർന്നു. ഇന്ന് ഫ്യൂജി നരഭോജികളുടെ രാജ്യമല്ല, നരസ്നേഹികളുടെ ഒരു ക്രിസ്തീയ രാജ്യമാണ്. ഏതെല്ലാം ജീവിതങ്ങളിൽ സുവിശേഷം വീണിട്ടുണ്ടോ അവിടെ എല്ലാം ജീവൻ വ്യാപരിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളിൽ യേശുവിന്റെ സുവിശേഷം കടന്നു ചെന്നുവോ അവിടെ എല്ലാം പുതിയ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റവന്റെ വ്യാപാര ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിപ്പാൻ കർത്താവിടയാക്കട്ടെ. ഇന്ന് രാത്രിയുടെ വചനധ്യാനത്തിനായി 2 തിമോഥെയോസ് 4-ാം അധ്യായം. നാലാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപ്പോൾ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. അപ്പോസ്തലന്റെ ഒടുവിലത്തെ ലേഖനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലേഖനമാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം. അപ്പോസ്തലന്റെ ഒടുവിലത്തെ ലേഖനം എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു ലേഖനമാണ് 2 തിമോഥെയോസ്. അപ്പോസ്തലനായ പൗലോസ് 2 തരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പാസ്റ്ററൽ ലെറ്റേഴ്സ്, മറ്റേത് പേഴ്സണൽ ലെറ്റേഴ്സ്. അതായത് സഭയ്ക്കുള്ള പൊതുലേഖനങ്ങൾ, വ്യക്തിഗതമായ ലേഖനങ്ങൾ. അതല്ലാതെ വ്യക്തിപരമായ ലേഖനങ്ങൾ. 2 ലേഖനങ്ങൾ വ്യക്തിപരമായിട്ട് തിമോഥെയോസ് തന്നെ എഴുതിയിട്ടുണ്ട്. 2 ലേഖനങ്ങൾ
നിങ്ങൾ വേദന മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ഇങ്ങോട്ട് പറയാം. 4 സാങ്കേതിക പദങ്ങളാണ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. 4 സാങ്കേതിക പദങ്ങളാണ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ഒന്ന് എന്റെ നിര്യാണ കാലം, എന്റെ നിര്യാണ കാലം. 2 പ്രത്യക്ഷത, 3 ആ ദിവസം, 4 നീതിയുടെ കിരീടം. ഹല്ലേലൂയ. ഇത് 4 പരിശോധിച്ചാൽ 2 കാര്യങ്ങളുടെ അന്ത്യത്തെ കുറിച്ചാണ് പറയുന്നത്. 2 കാര്യങ്ങളുടെ അന്ത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിന്റെയും ആരംഭത്തെക്കാൾ നല്ലത് അവസാനമാണ്. ആരംഭത്തെക്കാൾ നല്ലത് അവസാനമാണ്. ഒരു കുഞ്ഞിനെ വിദ്യാർത്ഥിയോട് ചോദിച്ചേ, ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചേ, പള്ളിക്കൂടത്തിൽ ചേരുന്നതാണോ പ്രധാനം, പാസ്സായി ഇറങ്ങുന്നതാണോ? പള്ളിക്കൂടത്തിൽ ചേരുന്നതാണോ അതോ പാസ്സായി ഇറങ്ങുന്നതാണോ? ഒരു വക്കീലിനോട് ചോദിച്ചേ, ഒരു വക്കീലിനോട് ചോദിച്ചേ, കേസ് ഏറ്റെടുക്കുന്നതാണോ പ്രധാനം, വാദിച്ചെടുക്കുന്നതാണോ? കേസ് ഏറ്റെടുക്കുന്നതാണോ വാദിച്ച് അവസാനിപ്പിക്കുന്നതാണോ? PT ഉഷായോട് ചോദിച്ചേ, PT ഉഷയോട് ചോദിച്ചേ, പരക്കേറി നിൽക്കുന്നതാണോ ഓടി എടുക്കുന്നതാണോ പ്രധാനം? വരയിൽ കയറി നിൽക്കുന്നതാണോ ഓടി എടുക്കുന്നതാണോ പ്രധാനം? ഏതൊരു കാര്യത്തിന്റെയും ആരംഭമല്ല, നിന്റെ ജീവിതത്തിന്റെ അവസാനമാണ് പ്രധാനം. ഹല്ലേലൂയ. ഏതൊരു കാര്യത്തിന്റെയും ആരംഭമല്ല, അതിന്റെ അവസാനമാണ് പ്രധാന കാര്യം. രണ്ട് കാര്യത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് 2 കാര്യത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് എന്റെ ജീവിതം, എന്റെ നിര്യാണകാലം. എന്റെ നിര്യാണകാലം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ അവസാനം, എന്റെ ജീവിതത്തിന്റെ അവസാനം അഥവാ ജീവിതത്തിന്റെ അന്ത്യമായ മരണം. ജീവിതത്തിന്റെ അന്ത്യമായ മരണം. Praise the Lord. മറ്റേതോ മൂന്നും വേറെ അന്ത്യത്തെ കുറിക്കുക. മറ്റേത് 3 വേറെ കാര്യത്തെ കുറിക്കുകയാണ്. എന്താണ്? യുഗങ്ങളുടെ അവസാനമായ, യുഗങ്ങളുടെ അവസാനമായ കർത്താവിന്റെ വരവിനെ കുറിക്കുന്നു. കർത്താവിന്റെ വരവിനെ കുറിക്കുന്നു. Praise the Lord. വായിച്ച ഭാഗം, അപ്പോൾ നാം വായിച്ച ഭാഗം 2 പ്രധാനപ്പെട്ട മഹാകാര്യങ്ങളെ നമ്മെ ഓർപ്പിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ്.
വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ഇന്ന് രാത്രി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് വിഷയത്തെ കുറിച്ച് പറഞ്ഞ് ഇന്ന് രാത്രി കാലം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ജീവിതത്തിന്റെ അന്ത്യമായ മരണം. ജീവിതത്തിന്റെ അന്ത്യമായ മരണം. Praise the Lord. റോമൻ കത്തോലിക്ക സഭയിൽ റോമൻ കത്തോലിക്ക സഭയിൽ വലിയ നോയമ്പിൽ ഒരു ദിവസം ശ്രദ്ധേയമായിട്ടുണ്ട്. വലിയ നോയമ്പിന്റെ ഒരു ദിവസം ശ്രദ്ധേയമായിട്ടുണ്ട്. ഒരു കറുത്ത കുരിശടയാളം. ഒരു കറുത്ത കുരിശടയാളം എല്ലാ വിശ്വാസികളെയും നെറ്റിയിലിട്ട ശേഷം, എല്ലാ വിശ്വാസികളെയും നെറ്റിയിലിട്ട ശേഷം വൈദികൻ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും. വൈദികൻ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും. നീ മണ്ണാകുന്നു, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. മണ്ണിലേക്ക് തിരികെ ചേരും. അയ്യോ, എന്റെ പട്ടക്കാരെ എന്തിനു ഇതൊക്കെ പറയുന്നത്? അയ്യോ, എന്റെ വട്ടക്കാര ഇതൊക്കെ എന്തിനാണ് ഈ പറയുന്നത്? ഇടയ്ക്കിടയ്ക്കത് പറയണം, ഇടയ്ക്കിടയ്ക്കത് പറയണം, നിന്നെ ഓർപ്പിക്കണം. നിന്നെ ഓർപ്പിക്കണം. എന്നെ ഷാർജയിലല്ല ജീവിതം പോക്കാണ്. എന്നും ഷാർജയിലല്ല ജീവിതം പോക്കാണ്. ഇതിന്റെ ദിവസം നീ പോകും, ഒരു ദിവസം നീ പോകും. അത് നോയമ്പിന്റെ ഇടയ്ക്ക് നീ ഓർക്കണം. അത് നയമ്പിന്റെ ഇടയ്ക്ക് നീ ഓർക്കണം. അതുകൊണ്ടാണ് പട്ടക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് വട്ടക്കാരൻ പറയുന്നത്, നീ മണ്ണാകുന്നു. നീ മണ്ണാകുന്നു. എത്ര വലിയവനായാലും ഓർത്തോണം, നീ മണ്ണാണ്. എത്ര വലിയവനാണെങ്കിലും നീ ഓർത്തോണം, നീ മണ്ണാകുന്നു. നീ മണ്ണിലേക്ക് തിരികെ ചേരും. നീ മണ്ണിലേക്ക് തിരികെ ചേരും. മാറ്റം വരാത്ത ദൈവിക പ്രമാണത്തിന്റെ മാറ്റൊലിയാണ് നീ കേൾക്കുന്നത്. മാറ്റം വരാത്ത ദൈവവചനത്തിന്റെ മാറ്റൊലിയാണ് ഇന്ന് രാത്രി നീ കേൾക്കുന്നത്. ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, മരണം മനുഷ്യന്റെ അവസാനമാണോ? മരണം മനുഷ്യന്റെ അവസാനമാണോ? അല്ല. അല്ല. വചനമെന്ന് പറയുന്നു, വചനമെന്ന് പറയുന്നു, 90-ാം സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 3-ാം വാക്യം. 3-ാം വാക്യം. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നവൻ, മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കേണ്ടവൻ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? മരണം മനുഷ്യന്റെ അവസാനമല്ല. മരണം മനുഷ്യന്റെ അവസാനമല്ല. തിരികെ പൊടിയിലേക്ക്, ശവക്കുഴിയിലേക്ക് നമ്മെ ചേരുമാറാക്കുന്ന ദൈവം മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്ന് പുനരുത്ഥാനത്തിനായി നമ്മെ വിളിക്കുന്ന ദൈവം കൂടിയാണ്. മരിച്ച മണ്ണിലേക്ക് തിരികെ ചേരുന്ന നാം പരിശുദ്ധന്മാരെ തിരികെ വരുവീൻ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ എഴുന്നേറ്റ് ഉയർത്തു വരും. ആമേൻ. അപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാൽ, 27-ാം വാക്യം വായിച്ചാൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ദൈവം മനുഷ്യപുത്രന്മാർക്ക് രണ്ട് കാര്യങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. ആമേൻ. ഇനി അത് മാറ്റാൻ ഒക്കത്തില്ല. ഒന്ന്, അല്പകാലം ഇവിടെ ജീവിച്ച ശേഷം മനുഷ്യനായി ജനിച്ചവനെല്ലാം മരണത്തിലേക്ക് നീങ്ങും. ആമേൻ. അവിടെ അവസാനമല്ല. ഇവിടെ ജീവിച്ച ആയുസിന് ഒത്തവണ്ണം Praise the Lord. അതിനുശേഷം ഒരു ന്യായവിധിയുമുണ്ട്. മനസ്സിലായല്ലോ? ആരെങ്കിലും കേൾക്കാതെ പോയെന്ന് പറയരുത്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണിത്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾക്കത് ഗൗരവമായി തോന്നിയില്ലെങ്കിലും ചാകാൻ തുടങ്ങുമ്പോൾ അറിയാൻ ഗൗരവമാണ്. നിങ്ങൾക്കത് വലിയ ഗൗരവമായി തോന്നിയില്ലെങ്കിലും ചാകാൻ തുടങ്ങും അറിയാനും ഗൗരവമാണെന്ന്. Praise the Lord. രണ്ട് കാര്യം സ്വർഗ്ഗത്തിലെ ദൈവം നിയമിച്ചു കഴിഞ്ഞു. ഒന്ന്, ഹല്ലേലൂയ, ഒരിക്കൽ ജനിച്ചവൻ മരിച്ചേ തീരൂ. മരണത്തിന് ശേഷം ജീവിച്ച ജീവിതത്തെ ആശ്രയിച്ച് ഒരു ന്യായവിധിയുണ്ട്. Praise the Lord. അങ്ങനെയാണെങ്കിൽ പിന്നെ മാറ്റാൻ വയ്യാത്ത കാര്യമാണ്. പിന്നെ അതിന് ഒരുങ്ങാനേ ഒക്കത്തുള്ളൂ. ഇത് മാറ്റാൻ വയ്യാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ ഒരുങ്ങാനേ ഒക്കത്തുള്ളൂ. സ്വർഗ്ഗത്തിലെ ദൈവം നിയമിച്ചു കഴിഞ്ഞതുകൊണ്ട്, അത് മാറ്റാൻ വയ്യാത്തതുകൊണ്ട് എത്രയും വേഗം അതിനു വേണ്ടി ഒരുങ്ങാം. നമുക്ക് എത്രയും വേഗം അതിനു വേണ്ടി ഒരുങ്ങാം. അവൻ സകലരും മരിക്കും. സമയം തിട്ടമില്ല. മരണം തിട്ടമാണ്. സമയം തിട്ടമല്ല. സ്ത്രീയും പുരുഷനും മരിക്കും. രണ്ടുപേരും പാപത്തിൽ മരിക്കും. ധനവാനും മരിക്കും. നീ എന്തെല്ലാം അവരെല്ലാം നോക്കിയാലും സാധു കൊച്ചുകുഞ്ഞുപദേശി പറയുന്ന പോലെ അതിനായിരം നീല പോക്കി പാടുന്നാലും അതിനുള്ളിലും മൃത്യു കയറിച്ചെല്ലും. അതിനായിരം നീല പോക്കി പാടിനാലും അതിനുള്ളിലും
യുക്തിവാദി തോമസ് ഫെയിൽ എന്ന് പറയുന്ന ഒരു യുക്തിവാദി മരണക്കിടക്കയിൽ ഇങ്ങനെ പറഞ്ഞു, മരണക്കിടക്കയിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. അതെ, യുക്തിയുടെ യുഗം എന്ന പുസ്തകം. യുക്തിയുടെ യുഗം എന്ന പുസ്തകം. അയ്യോ, ഞാൻ പ്രസിദ്ധപ്പെടുത്താതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. അയ്യോ, ഞാൻ പ്രസിദ്ധപ്പെടുത്താതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ, ഞാൻ അനേകരെ നശിപ്പിച്ചു, ഞാൻ അനേകരെ നശിപ്പിച്ചു, ഞാൻ നശിച്ചു. Praise the Lord. Hallelujah. മരണത്തിന് വേണ്ടി ഒരുങ്ങാത്തവരെല്ലാം മരണക്കിടക്കയിൽ അലമുറയിട്ടിട്ടുണ്ട്. മരണത്തിന് വേണ്ടി ഒരുങ്ങാത്തവരെല്ലാവരും മരണക്കിടക്കയിൽ അലമുറയിട്ടിട്ടുണ്ട്. Hallelujah. എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, മരണം ഏത് സമയത്ത് കടന്നു വരും, മരണം ഏത് സമയത്തും കടന്നു വരും. സമയം നിശ്ചയമില്ല. സമയം നിശ്ചയമില്ല. അതുകൊണ്ട് ഏത് സമയത്തും നാം ഒരുക്കത്തോടെ ഇരിക്കണം. അതുകൊണ്ട് ഏത് സമയത്തും നാം ഒരുക്കത്തോടെ ഇരിക്കണം. രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? Praise the Lord. മരണാനന്തര ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മരണാനന്തര ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? Praise the Lord. മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നതെങ്കിലും അറിഞ്ഞേച്ച് വേണം മരിക്കാൻ. മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞേച്ച് വേണം മരിക്കാൻ. അതെ, വാട്ട് ഈസ് ഡെത്ത്? മരണമെന്നാൽ എന്ത്? മരണമെന്നാൽ എന്ത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിലെ 10-ാം വാക്യം. അതിന്റെ 10-ാം വാക്യം. What do you mean by death? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ പ്രവർത്തികൾക്കുള്ള അവസരം തീരുന്ന സമയത്തിന്റെ പേരാണ് മരണം. അവനവന്റെ ജീവിതത്തിലുള്ള പ്രവർത്തികളുടെ അവസരം തീരുന്ന അവസരമാണ് മരണം. ആമേൻ. ഹല്ലേലൂയ. ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ what is death? മരണമെന്നാൽ എന്ത്? മരണമെന്നാൽ എന്ത്? എന്റെ പ്രവർത്തികളുടെ അവസരം തീരുന്ന പ്രക്രിയയാണ് മരണം. എന്റെ പ്രവർത്തികളുടെ അവസരം തീരുന്ന പ്രക്രിയയാണ് മരണം. Praise the Lord. Praise the Lord. 2 തരം കൂട്ടരാണ് ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തരം കൂട്ടരാണ് ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? 2 കൂട്ടരെ കൂട്ടരായിട്ട് തിരിക്കാം. 2 കൂട്ടരായിട്ട് തിരിക്കാം. സകല ജനത്തെയും ജനത്തെയും ഈ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഈ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. 2 തരം മൃഗന്മാർ ലോകത്തിലുണ്ട്. 2 തരം മൃഗന്മാർ ലോകത്തിലുണ്ട്. ഒന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ. യേശുവിനോടുകൂടെ ജീവിച്ച് യേശുവിനോടുകൂടെ ജീവിച്ച് വീണ്ടും ചലിച്ച് യേശുവിനായി ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണമാണ് എഴുതുക. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ. ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണമാണ് എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ. വേറൊരു കൂട്ടം മരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ക്രിസ്തുവില്ലാതെ നീ ജീവിച്ചാൽ നിന്റെ മരണത്തിന്റെ പേരാണ് നിന്റെ പാപത്തിൽ നീ മരിക്കുക. നിന്റെ മരണത്തിന്റെ പേരാണോ നീ പാപത്തിൽ മരിക്കുക. ഈ 2 മരണമേ ലോകത്തിലുള്ളൂ. ഈ 2 മരണമേ ലോകത്തിലുള്ളൂ. ഒന്ന് പാപത്തിൽ മരിക്കുക, ഒന്ന് പാപത്തിൽ മരിക്കുക, മറ്റേത് ക്രിസ്തുവിൽ മരിക്കുക. മറ്റേത് ക്രിസ്തുവിൽ മരിക്കുക. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. ഇതുവരെ ഷാർജയിൽ മരിച്ചവരെല്ലാം എവിടെ? ഇതുവരെ ഷാർജയിൽ മരിച്ചവരെല്ലാം എവിടെയാ? Praise the Lord. Hallelujah. Praise the Lord. ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചപ്പോൾ ഒരു കൊച്ചു മോൻ മുമ്പിൽ ഇരുന്നോണ്ട് പറഞ്ഞു, ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചപ്പോൾ ഒരു കൊച്ചു മോൻ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ശവക്കോട്ടയിലാണ്. ഒരമ്മച്ചി അത് കയറി തിരുത്തി. ഒരമ്മച്ചി അത് കയറി തിരുത്തി. അല്ല, ശവക്കോട്ടയിലല്ല, നാട്ടിലെല്ലാം ഓടി നടക്കുക. ശവക്കോട്ടയിലല്ല, നാട്ടിലെല്ലാം ഓടി നടക്കുകയാണ്. അവൻ വേറൊരു അമ്മച്ചി പറഞ്ഞ അല്ല, പാലയിലാണ്. വേറൊരു അമ്മച്ചി പറഞ്ഞു അവിടെയൊന്നും അല്ല, പാലയിലാണെന്ന്. Hallelujah. എനിക്ക് പറഞ്ഞ ആർക്കും ഒരു വിവരവും ഇല്ല. എനിക്ക് പറഞ്ഞാൽ ആർക്കും ഒരു വിവരവുമില്ല. മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. Hallelujah. ഈ 2 കൂട്ടർ മരിച്ചാൽ ഈ 2 കൂട്ടർ മരിച്ചാൽ അവർക്ക് ഇരിക്കാനും 2 സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഇരിക്കാനും 2 സ്ഥലം ഒരുക്കി. ആരും ഷാർജയിൽ ഓടി നടക്കണ്ട. ആരും ഷാർജയിൽ ഓടി നടക്കേണ്ട. ഓടി നടക്കാൻ തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. ഓടി നടക്കാൻ തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. 2 കൂട്ടർ മരിച്ചാലും 2
മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജീവിതങ്ങളും പാതാളത്തിലേക്ക് തിരിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആമേൻ. ഹേഡീസ്, അതായത് ഹെല്ലല്ല, നരകമല്ല, പാതാളം. റിമാൻഡിൽ വെക്കുന്ന സ്ഥലം, ന്യായവിധിക്കായി സൂക്ഷിക്കുന്ന സ്ഥലം. ആമേൻ. മരിച്ച സകല പാപികൾക്കും ഇരിക്കാൻ ദൈവം പാതാളം ഒരുക്കിയിട്ടുണ്ട്. മരിച്ച സകല പാപികൾക്കും ഇരിക്കാൻ ദൈവം പാതാളം ഒരുക്കിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കൈക്കണ്ടവൻ മരിച്ചാൽ എവിടെ ഇരിക്കും? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ ജീവിതത്തിൽ മരിച്ചാൽ അവൻ എവിടെ ഇരിക്കും? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ. ശരീരം വിട്ട് കർത്താവിനോടുകൂടി ഇരിപ്പാൻ. ദൈവത്തിനു വേണ്ടി ജീവിച്ചവൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ ജീവിച്ചവൻ ശരീരം വിട്ടാൽ ആ സെക്കൻഡിൽ ക്രിസ്തുവിനോട് കൂടിയായിരിക്കും. ഈ പ്രത്യാശയുള്ളവർ ആ സ്തോത്രം ചെയ്തുകൊണ്ടൊക്കെ മരണക്കിടക്കേക്ക്. ഈ പ്രത്യാശയുള്ളവരാണ് സ്തോത്രം പറഞ്ഞുകൊണ്ട് മരണക്കിടക്കയിൽ കിടക്കുന്നത്. ഞാനിതിൽ ആധികാരികമായി പറയാൻ കാര്യമുണ്ട്. ഞാനിത് ആധികാരികമായി പറയാൻ കാരണമുണ്ട്. അങ്ങേ ലോകത്തു നിന്ന് കടന്നു വന്ന കർത്താവ് അങ്ങേ ലോകത്തുനിന്ന് കടന്നു വന്ന കർത്താവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിച്ചാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അനേകർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പോലും പിടിയില്ല. അനേകർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പോലും ഒരു പിടിയുമില്ല. ഈയിടെ ഒരു സഹോദരൻ ചോദിച്ചു, നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ, ഞാൻ പറഞ്ഞു കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മളെല്ലാവരും ഉയർക്കും. നമ്മളെല്ലാവരും ഉയർക്കും. ഉയർക്കുമോ? ചത്തശേഷം ഉയർക്കുമോ? അവൻ നല്ല പാരമ്പര്യം ഒരു കുടുംബത്തിലെ കൊച്ചമ്മയാ. നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ കൊച്ചമ്മയാണ്. മരിച്ച ശേഷം ഉയർക്കുമെന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത്. 48 വയസ്സുണ്ട്. 48 വയസ്സുണ്ട്. മരണശേഷം ഉയർക്കുമെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വ്യക്തമായിട്ട് അത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വചനം എന്ത് പറയുന്നു? ക്രിസ്തു എന്ന് പറയുന്നു. വചനം എന്ന് പറയുന്നു, ക്രിസ്തു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് 16:19 ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസറെന്ന് പേരുള്ള ഒരു ദരിദ്രൻ ഇളം നിറഞ്ഞവനായി അവന്റെ പടുപ്പുറയ്ക്ക് കിടന്ന് ധനവാന്റെ മേശയിൽ കൊണ്ട് വീഴുന്നത് എന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ കിടന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുള്ള അബ്രഹാമിനെയും അവന്റെ മടിയിൽ യാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് മനസ്സരിവുണ്ടാകണമേ. യാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി നാവിലെ തണുപ്പിക്കേണ്ടതിന് അവനെ അറിയിക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം മകനെ നന്മയും യാസറവണ്ണം തിന്മയും പ്രാപിച്ചുവെന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അവരവൻ എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിലയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ അവനവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവനവൻ അല്ലല്ല, അബ്രഹാം പിതാവേ, മരിച്ചവരും ഒരുത്തനെഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ മരിച്ചവരും ഒരുത്തനെഴുന്നേറ്റ് നിന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു.
മനുഷ്യൻ ഉണ്ടായിരുന്നു. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? കൊച്ചു പിള്ളേർക്ക് അറിയാമോ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? What is the name of the rich man? Have never read it? Have never heard the story? പ്രായമുള്ളവർക്ക് പറയാമോ ധനവാന്റെ പേരെന്തായിരുന്നു? ധനവാന്റെ പേരെന്തായിരുന്നു? പ്രായമുള്ളവർക്ക് പറയാമോ? പേരുണ്ടായിരുന്നു. അപ്പനും അമ്മയൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പനും അമ്മയും ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പേര് പുസ്തകത്തിൽ എഴുതാൻ കൊള്ളുന്നതായിട്ട് കർത്താവിന് തോന്നിയില്ല. പക്ഷെ ആ പേര് പുസ്തകത്തിൽ എഴുതാൻ കൊള്ളാവുന്നതായിട്ട് കർത്താവിന് തോന്നി. അതുകൊണ്ടാണ് കർത്താവ് അത് എഴുതാഞ്ഞത്. അങ്ങനെയാണ് കർത്താവ് അത് എഴുതാൻ. അവൻ ധനവാനായിരുന്നു. അവൻ ധനവാനായിരുന്നു. നല്ല മനുഷ്യനുമായിരുന്നു. നല്ല മനുഷ്യനുമായി. എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്. എന്നാൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത് അവൻ ധനവാനൊരു ദുഷ്ടനായിരുന്നു. ധനവാനൊരു ദുഷ്ടനായിരുന്നു. അങ്ങനെ കാശുണ്ടാക്കിയൊരു പിശുക്കനായിരുന്നു. അങ്ങനത്തെ കാശുണ്ടായിരുന്നെങ്കിലും ആർക്കും ഒരു കാര്യം കൊടുക്കത്തില്ല. ആർക്കും ഒരു കാര്യം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് തമ്പുരാനവനെ മര്യാദ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തമ്പുരാൻ അവനെ മര്യാദ പഠിപ്പിച്ചത്. പ്രായമായി കഴിഞ്ഞ് വായിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ധനവാൻ നല്ല മനുഷ്യനായിരുന്നു. പ്രായമായി കഴിഞ്ഞ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ധനവാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഭക്തി നക്കുന്ന ദൃഢമുള്ള ലാസറിനെ പടിപ്പരയ്ക്ക് കിടക്കാൻ അനുവദിച്ചെന്നുള്ളത് തന്നെ അവൻ നല്ല മനുഷ്യനാണെന്നുള്ളത് പട്ടി നദിക്കൊണ്ടിരുന്ന ലാസറിനെ പടിപ്പുരയ്ക്ക് കിടത്തുവാൻ അനുവദിച്ചു എന്നുള്ളത് തന്നെ അവൻ നല്ലവനായിരുന്നു. പരമന്യക്രസിയാരും അനുവദിക്കത്തില്ല. അനുവദിക്കത്തില്ല. ആര് കിടക്കണമെന്ന് പറയും. മാറി കിടക്കണമെന്ന് പറയും. അത് മാത്രമല്ല ധനവാന്റെ കൊച്ചമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു. ധനവാന്റെ കൊച്ചമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു. ദേശപ്പുറത്ത് നിന്ന് ബാക്കി വരുന്നത് മുഴുവനും പടിപ്പരയ്ക്ക് കൊടുത്തേ. ദേശപ്പുറത്തുനിന്ന് ബാക്കി വരുന്നത് മുഴുവനും പടിപ്പുരയ്ക്കൽ കൊടുത്തു വിടും. അല്ലാതെ അവർ എന്നെ പടിപ്പര വിട്ടേച്ച് പോയേനെ. അല്ലാതെ അവർ എന്തേ പടിപ്പുര വിട്ട് പോയേനെ. അവർ രണ്ടുപേരും നല്ല മനുഷ്യരായി. അവർ രണ്ടുപേരും നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ എന്താ കുഴപ്പം വന്നേ? പക്ഷേ എന്താ കുഴപ്പം വന്നേ? എന്നെ വിട്ടുപോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും എന്ന് ദൈവം എഴുതിയിട്ടുണ്ട്. എന്നെ വിട്ടുപോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധനവാന്റെ പേര് മുനിസിപ്പാലിറ്റിയിലെ ലിസ്റ്റിലുണ്ടായിരുന്നു. ധനവാന്റെ പേര് മുനിസിപ്പാലിറ്റിയിലെ ലിസ്റ്റിലുണ്ടായിരുന്നു. അവന്റെ ചകിരിവെത്തലുണ്ടായിരുന്നു. അവന്റെ ചകരിമത്തയിലുണ്ടായിരുന്നു. അവന്റെ ജയിച്ചാലുണ്ടായിരുന്നു. അവന്റെ ഗേറ്റിലുണ്ടായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അവന്റെ റേഷൻ കടയിലുണ്ടായിരുന്നു. റേഷൻ കടയിലുണ്ടായിരുന്നു. കമ്മിറ്റിയിലുണ്ടായിരുന്നു. കമ്മിറ്റിയിലുണ്ടായിരുന്നു. പക്ഷെ തമ്പുരാന്റെ പുസ്തകത്തിൽ മാത്രം ധനവാന്റെ പേരില്ല. പക്ഷേ തമ്പുരാന്റെ പുസ്തകത്തിൽ മാത്രം ധനവാന്റെ പേരില്ലായിരുന്നു. അനേകരുടെ പേര് അങ്ങനെയാ ഷാർജയിലും. ഇന്ന് അനേകരുടെ പേര് ഷാർജയിലും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വലിയ വലിയ ലിസ്റ്റിലൊക്കെ ഉണ്ട്. വലിയ വലിയ ലിസ്റ്റുകളിലൊക്കെ ഉണ്ട്. വലിയ സംഭാവന കൊടുത്ത ലിസ്റ്റിലുണ്ട്. വലിയ സംഭാവന കൊടുത്ത ലിസ്റ്റിലുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സിന്റെ കൂട്ടത്തിലുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സിന്റെ കൂട്ടത്തിലുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റിലുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ തമ്പുരാന്റെ ലിസ്റ്റിൽ ഇന്ന് രാത്രി വരെ വന്നിട്ടില്ല. പക്ഷേ തമ്പുരാന്റെ ലിസ്റ്റിൽ ഇന്ന് രാത്രി വരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. കാര്യം എന്തെന്നറിയാമോ? കാര്യം എന്താണെന്നറിയാമോ? എന്നെ വിട്ടുപോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും. എന്നെ വിട്ടുപോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും. തമ്പുരാനില്ലാതെ ജീവിച്ചാലുണ്ടല്ലോ തമ്പുരാന്റെ പുസ്തകത്തിൽ പേര് കാണത്തില്ല. തമ്പുരാനില്ലാതെ ജീവിച്ചാലുണ്ടല്ലോ തമ്പുരാന്റെ പുസ്തകത്തിൽ പേര് കാണത്തില്ല. അതേ സമയത്ത് ആ ലാസറിന്റെ പേര് പുസ്തകത്തിലുണ്ട്. ആ ലാസറിന്റെ പേര് പുസ്തകത്തിലുണ്ട്. പുള്ളിക്കാരൻ ഡിഗ്രിക്കാരനല്ലായിരുന്നു. പുള്ളിക്കാരൻ ഡിഗ്രിക്കാരനല്ലായിരുന്നു. അല്ലെങ്കിൽ ഏക്കർ കണക്ക് റബ്ബർ എസ്റ്റേറ്റ് ഇല്ലായിരുന്നു. ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് ഇല്ലായിരുന്നു. ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ലായിരുന്നു. ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ലായിരുന്നു. പട്ടി ശുശ്രൂഷിക്കുന്നവനായിരുന്നു. പട്ടി ശുശ്രൂഷിക്കുന്നവനായിരുന്നു. പക്ഷെ തമ്പുരാന്റെ പുസ്തകത്തിൽ അവന്റെ പേര് എഴുതി. ആമേൻ. പക്ഷേ തമ്പുരാന്റെ പുസ്തകത്തിൽ അവന്റെ പേരെഴുതി. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ധനവാൻ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു. ധനവാൻ നല്ലവനായിരുന്നു. ഒരുപാട് ചെയ്തു. അവൻ വീട് വെച്ചു കൊടുത്തു. വീട് വെച്ചു കൊടുത്തു. പെമ്പിള്ളാരെ കെട്ടിച്ചു കൊടുത്തു. പെൺപിള്ളാരെ കെട്ടിച്ചു കൊടുത്തു. പള്ളിക്ക് ഫാൻ ഇട്ട് കൊടുത്തു. പള്ളിക്ക് ഫാനിട്ട് കൊടുത്തു. പള്ളി പണിയാന് ആയിരങ്ങൾ രൂപ കൊടുത്തു. പള്ളി പണിയാൻ അനേകായിരം രൂപകൾ കൊടുത്തു. Praise the Lord. ഇതെല്ലാമായിട്ടും ഇതെല്ലാമായിട്ടും ദൈവത്തിന്റെ പുസ്തകത്തിൽ പേര് വന്നില്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ പേര് വന്നില്ല. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പൈതലേ, നിന്റെ കൊടുപ്പനെ അല്ല തമ്പുരാന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതുന്നത്. നിന്റെ കൊടുപ്പനയല്ലോ തമ്പുരാന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരുന്നത്. നിന്റെ നല്ല പ്രവൃത്തികളല്ല, നിന്റെ നല്ല നിന്റെ പ്രവൃത്തികൾ, ഉച്ചക്കഞ്ഞി അല്ല, നിന്റെ ഉച്ചക്കഞ്ഞിയല്ല, അല്ലെങ്കിൽ പിള്ളേരെ കെട്ടിച്ചു കൊടുക്കുന്നതല്ല, പിള്ളേരെ കെട്ടിച്ചു കൊടുക്കുന്നതല്ല. അവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കൈകൾ പ്രാപിക്കുമ്പോഴാണ് കഴികൾ പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരുന്നത്. ദൈവത്തിന്റെ
1893 സെപ്റ്റംബർ 11 തീയതി ഷിക്കാഗോയിൽ നടന്നതായ സർവമത സമ്മേളനത്തെ കുറിച്ച് നിങ്ങൾ അധികം പേര് കേട്ട് കാണും. ആദ്യത്തെ സർവമത സമ്മേളനമാണ്. ലോകത്തിലെ സകല മതപ്രതിനിധികളും ഷിക്കാഗോയിൽ തടിച്ചുകൂടി. 7,000-നും 10,000-നും ഇടയ്ക്കുള്ള അംഗങ്ങൾ 5 ദിവസം ഷിക്കാഗോയിൽ തമ്പടിച്ചു. ആദ്യത്തെ ദിവസം തന്നെ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റിയ യുവാവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. നല്ല മണിനാഥം പോലത്തെ ശബ്ദം, എഴുന്നേറ്റ് നിന്നാൽ ആരും നോക്കുന്ന ഒരു ഗമ, പണ്ഡിതന്മാരുടെ അരികെ ശിരോമണിയായിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ അവരവർ പ്രതിനിധീകരിക്കുന്ന മതത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ എല്ലാവർക്കും അരമണിക്കൂർ വീതം കൊടുത്തു. സ്വാമി വിവേകാനന്ദൻ എഴുന്നേറ്റു. ഹിന്ദു മതത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് വളരെ വാചാലതയോടെ അദ്ദേഹം പ്രസംഗിച്ചു. അനിതര സാധാരണമായ വാഗ്ധോരണിയോടെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. ഏത് മതത്തെയും ഉൾക്കൊള്ളുവാൻ ഹിന്ദു മതത്തിന് വിശാലതയുണ്ട്. അത് മാത്രമല്ല അതേ സമയത്ത് അവരവരുടെ സ്വന്തം വിശ്വാസം സൂക്ഷിപ്പാൻ അവരവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇത്ര വിശാലമായ അദ്വൈതം വേറൊറ്റ മതത്തിലും മാർഗത്തിലുമില്ല. അരമണിക്കൂർ താൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുമതത്തിന്റെ ശ്രേഷ്ഠത കേട്ടവരെല്ലാം മിണ്ടടങ്ങി. പിന്നെ പ്രസംഗിക്കേണ്ടത് ക്രിസ്തു മതത്തിലെ വക്താവായ ഡോക്ടർ എ ജെ ഗോപനാണ്. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുന്നില്ല. ഇത്ര സമർത്ഥമായി വാചാലതയോടെ പ്രസംഗിച്ച സ്വാമി വിവേകാനന്ദന് മുൻപിൽ താൻ ചൂളിപ്പോയി. വാക്ചാതുര്യത്തോടെ സംസാരിച്ച സ്വാമി വിവേകാനന്ദന് മുമ്പിൽ താൻ ഒന്നുമില്ലാതായി പോയി. മിണ്ടാതിരിക്കുകയാണ്. നീണ്ടൊരു നിശബ്ദത. കുറെ കഴിഞ്ഞപ്പോൾ വയോധികനായ ക്യാപ്റ്റൻ കുക്ക്, ജോസഫ് കുക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ക്രിസ്തുമതത്തെ കുറിച്ച് പറയാൻ കയറിയതല്ല. ഷേക്സ്പിയറിന്റെ ഒരു കഥ പറയാനാണ്. നടന്ന സംഭവമാണിത്. സ്വാമി വിവേകാനന്ദ പുസ്തകത്തില് 108-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ 108-ാമത്തെ പുസ്തകത്തിന്റെ 108-ാമത്തെ പേജിൽ നിന്നാണ് പറയുന്നത്. ജോസഫ് കുക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു. ഷേക്സ്പിയറിന്റെ ഒരു കഥ പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്കോട്ട്ലൻഡ് ഭരിച്ചിരുന്ന ഡങ്കൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ജനങ്ങളോട് വളരെ പ്രിയവും സ്നേഹവുമുള്ളവൻ. അദ്ദേഹത്തിന്റെ സേനാപതിയായിരുന്നു മാക്ബത്ത്. ഉയർന്നു വന്നതായ ഒരു ആന്തരിക വിപ്ലവം. തന്റെ കഴിവിന്റെ ശ്രേഷ്ഠത നിമിത്തം മാക്ബത്ത് അടിച്ചമർത്തി ശാന്തത വരുത്തി. അതുകൊണ്ട് ഡങ്കൻ രാജാവിന് വലിയ സന്തോഷമായി. ദേശത്ത് സമാധാനം കിട്ടിയപ്പോൾ മാക്ബത്തിനെ ഒന്ന് അനുമോദിക്കാനായിട്ട് രാജാവ് തന്നെ മാക്ബത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നുകൊണ്ടു ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി നിന്നോടുകൂടെ ഉറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് രാത്രി രാജാവ് പതിവില്ലാതെ മാക്ബത്തിന്റെ ഭവനത്തിൽ ഉറങ്ങി. കൂർക്കം വലിച്ചു തുടങ്ങിയപ്പോൾ മാക്ബത്തിന്റെ ഭാര്യ ഓടിച്ചത് പറയുകയാണ്. താൻ കുടിലയായ ഒരു സ്ത്രീയാണ്. തന്റെ ചിന്തകളെല്ലാം ഭൗമികമാണ്. തീരെ നീചമായ ചിന്തകൾ തന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു വരികയാണ്. കർത്താവിനോട് ചെന്ന് പറഞ്ഞു, നല്ലൊരവസരം നിന്റെ കയ്യിൽ ദൈവം രാജാവിനെ തന്നിരിക്കുക. എല്ലാ കാവൽക്കാരും കുടിച്ച് മത്തരായി കിടന്ന് ഉറങ്ങുക. അതിലൊരാളുടെ കഠാരി ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിടിച്ചു. ഇപ്പോൾ നല്ലൊരവസരം. രാജാവ് ഉറക്കമാണ്. ഉറക്കറയിലേക്ക് കടന്നു എന്ന് ഒറ്റ കുത്തിൽ
എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നെ കൊണ്ട് സാധ്യമല്ല. ലേഡി മാക്ബത്ത് പിന്നെയും പറഞ്ഞു, ലേഡി മാക്ബത്ത് പിന്നെയും പറഞ്ഞു, നീ ഒരു ഭീരുവായി തീരരുത്. നീ ഒരു ഭീരുവായി തീരരുത്. അവസരങ്ങൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കയില്ല. അവസരങ്ങൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. മുൻപോട്ട് പോകുക. മുൻപോട്ട് പോകുക. ഒറ്റ ഓട്ടത്തിന് ജന്മം കുത്തിയിറക്കുക. ഒറ്റ ഓട്ടത്തിന് എന്ന് കുത്തിയിറക്കുക. പിന്നെ താമസിച്ചില്ല. പിന്നെ താമസിച്ചില്ല. കടാരി വാങ്ങി നേരെ മുറിയിലേക്ക് അയച്ചു. നേരെ മുറിയിലേക്ക് അയച്ചു. തന്നെ വിശ്വസിച്ച് തന്റെ രാജാവിന്റെ ജീവൻ തന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട്, രാജാവിന്റെ ജീവൻ തന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട്, ഊർക്കം വലിച്ചുറങ്ങുന്ന ഡങ്കൻ രാജാവിന്റെ കഴുത്തിലേക്ക്, കൂർക്കം വലിച്ചുറങ്ങുന്ന ഡങ്കൻ രാജാവിന്റെ കഴുത്തിലേക്ക് ആ കടാരി കുത്തിയിറക്കി. ആ കടാരി കുത്തിയിറക്കി. പിടിവരെയും കടാരി താണു. പിടിവരെയും കടാരി താഴ്ന്നു. വലിച്ചൂരി രക്തമിച്ചിട്ട് വീടുകൊണ്ടിരിക്കുക. രക്തമിച്ചിട്ട് വീടുകൊണ്ടിരിക്കുക. അവൻ വലിച്ചൂരി കഴിഞ്ഞപ്പോൾ മാക്ബത്തിന്റെ സമാനത തെറ്റി. മാക്ബത്തിന്റെ സമാനത തെറ്റി. അയ്യോ, ഞാൻ എന്തിനായി രാജാവിനെ കുത്തിയത്? അയ്യോ, ഞാൻ എന്തിനാണ് രാജാവിനെ കുത്തിയത്? നിരപരാധിയായവന്റെ രക്തം ഞാൻ എന്തിനാ ചൊരിയിച്ചത്? നിരപരാധിയായവന്റെ രക്തം എന്തിനാണ് ഞാൻ ചൊരിയിച്ചത്? അയ്യോ, ദൈവം ഇതിനോട് പൊറുക്കുമോ? അയ്യോ, ദൈവം ഇതിനോട് പൊറുക്കുമോ? അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഭാര്യ ഓടി വന്നു. ഭാര്യ പറഞ്ഞു, ഈ ഒരു ഭീരുവിനെ പോലെ എന്തിനാ വിലപിക്കുന്നത്? ഈ ഒരു ഭീരുവിനെ പോലെ എന്തിനാണ് വിലപിക്കുന്നത്? You have done something great. നീ വലിയൊരു കാര്യമായി ചെയ്തേക്കുന്നേ. ഈ ഒരു വലിയ കാര്യമായി ചെയ്തേക്കുന്നേ. ഇത്രയും പറഞ്ഞു. മനസാക്ഷിയുടെ കുറ്റാരോപണം അവളെയും ബാധിച്ചു. മനസാക്ഷിയുടെ കുറ്റാരോപണം അവളെയും ബാധിച്ചു. അവളുടെ സമനില തെറ്റി. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അയ്യോ, എന്റെ വീട്ടിൽ എന്നെ വിശ്വസിച്ച് എന്റെ കടക്കറയിൽ ഇറങ്ങിയ രാജാവിനെ ഞാൻ കുത്തിക്കൊന്നല്ലോ. ആര് ഞങ്ങളുടെ കുറ്റം ക്ഷമിക്കും? അവൻ രണ്ടുപേരും നിലവിളിക്കുക. വിറ്റിട്ട് രക്തം വീഴുന്ന കഠാരിയുമായി പിടിച്ചതുകൊണ്ട് മാക്ബത്തും ഭാര്യയെ നിലവിളിക്കുകയാണ്. ഇത്രയും പറഞ്ഞേച്ച് ജോസഫ് കുക്ക് അവിടെ നിർത്തി. സർവമത സമ്മേളനത്തിലുള്ള ജീവനങ്ങളോട് തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിച്ചു. അല്ലയോ സ്വാമി വിവേകാനന്ദനെ, ഇരിക്കുന്ന മതപ്രതിനിധികളെ, നിങ്ങളോട് ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. മനസാക്ഷിയുടെ ആക്ഷേപത്താൽ നീറിപ്പുകയുന്ന മാക്ബത്തിനും ഭാര്യയ്ക്കും ആരാശ്വാസം കൊടുക്കും? ഏതെങ്കിലും മതത്തിന് ആശ്വാസം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ come forward. ഏതെങ്കിലും മതത്തിന് ആശ്വാസം കൊടുക്കാൻ കഴിയുമെങ്കിൽ മുൻപോട്ട് വരിക. ആരും ഇറങ്ങിയില്ല. പിന്നെയും വിളിച്ചു. സ്വാമി വിവേകാനന്ദനെ, വിശാലമായ അദ്വൈതത്തിന് മാക്ബത്തിനും ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയുമോ? Praise the Lord. Hallelujah. അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. ജോസഫ് കുക്ക് തന്റെ വേദപുസ്തകം തുറന്നു. ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 10,000-കണക്കിന് ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് ഇതിനകം ഉത്തരവുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം ആശ്വാസമെടുക്കുവാൻ കഴിവുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
ചെയ്ത് നശിപ്പിച്ചു. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Praise the Lord. Praise God. ലാസർ രക്തത്താൽ കഴുകപ്പെട്ടവനായിരുന്നു. ലാസർ രക്തത്താൽ കഴുകപ്പെട്ടവനായിരുന്നു. ആമേൻ. ധനവാൻ നല്ല മനുഷ്യനായിരുന്നു. ധനവാൻ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ രക്തത്താൽ കഴുകപ്പെട്ടവനല്ല. പക്ഷേ രക്തത്താൽ കഴുകപ്പെട്ടവനല്ല. മൂടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, റിയൽ കൂടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നരകത്തിൽ നല്ല മനുഷ്യർ ഒരുപാട് കാണും, നരകത്തിൽ നല്ല മനുഷ്യർ ഒരുപാട് കാണും. പക്ഷെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് രക്ഷിക്കപ്പെട്ടവർ കാണില്ല. പക്ഷേ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് രക്ഷിക്കപ്പെട്ടവർ പള്ളി കാണില്ല. വെച്ചു കൊടുത്തവർ കാണും, പള്ളി വെച്ചു കൊടുത്തവർ കാണും, ഉച്ചക്കഞ്ഞി കൊടുത്തവർ കാണും, ഉച്ചക്കഞ്ഞി കൊടുത്തവർ കാണും, തുണി വാങ്ങിച്ചു കൊടുത്തവർ കാണും, തുണി വാങ്ങിച്ചു കൊടുത്തവർ കാണും, സ്ത്രീധനം കൊടുത്തവർ കാണും. സ്ത്രീധനം കൊടുത്തവർ കാണും. പക്ഷേ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവർ കാണില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ കാണത്തില്ല. ഹല്ലേലൂയ. അതാ ഇവിടുത്തെ വ്യത്യാസം. അതാ ഇവിടുത്തെ വ്യത്യാസം. രണ്ടുപേരും മരിച്ചു. രണ്ടുപേരും മരിച്ചു. ആര്? ധനവാനും മരിച്ചു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസറും മരിച്ചു. ധനവാനെ അടക്കി, ധനവാനെ അടക്കി, ലാസറിനെ കുഴിച്ചു. ലാസറിനെ കുഴിച്ചിട്ടു. Praise the Lord. അത് തമ്മിൽ എന്നാ വ്യത്യാസം? അത് തമ്മിൽ എന്നാ വ്യത്യാസം? ആമേൻ. ലാസറിനെ കാലെ പിടിച്ച് വലിച്ച് കുഴിക്കകത്തോട്ടിട്ടു. ലാസറിനെ കാലെ പിടിച്ച് വലിച്ചു കുഴിക്കാൻ തോന്നിട്ടു. ധനവാനെയോ ധനവാനെയോ തേക്കിന്റെ പെട്ടിക്കകത്ത് വെച്ച് തേക്കിന്റെ പെട്ടിക്കകത്ത് വെച്ച് നടപ്പന്തലും ഒക്കെ പിടിച്ച് നടപ്പന്തലും ഒക്കെ പിടിച്ച് ബാൻഡും ഒക്കെ കൊട്ടി, ബാൻഡും ഒക്കെ കൊട്ടി ആമേൻ, ചരമപ്രസംഗവും ഒക്കെ പറഞ്ഞ് ചരമപ്രസംഗവും ഒക്കെ പറഞ്ഞ് സിമിന്റിട്ട കല്ലറക്കകത്തോട്ട് സിമെന്റ് ഇട്ട കല്ലറയ്ക്കകത്തോട്ട് കയറെ വെച്ച് പെട്ടി ഇറക്കുന്നതിന്റെ പേരാണ് അടക്കുക. കയറെ വെച്ച് പെട്ടി ഇറക്കുന്നതിന്റെ പേരാണ് അടക്കുക. Praise the Lord. Praise the Lord. അത്രയ്ക്കുള്ള വ്യത്യാസമുണ്ട്. അത്രയ്ക്കുള്ള വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അടക്കുന്നതിന് വ്യത്യാസമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞ് വ്യത്യാസമുണ്ട്. അടക്കുന്നതിനും വ്യത്യാസമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞും വ്യത്യാസമുണ്ട്. Praise the Lord. അടക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? അടക്കാന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് ചരമപ്രസംഗം ചരമപ്രസംഗം രണ്ടോ മൂന്നോ. Praise the Lord. ഞങ്ങളുടെ അവിടെ ഈയിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഞങ്ങളുടെ ഇവിടെ ഈയിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. Praise the Lord. യാക്കോബായിലായിരുന്നു. യാക്കോബായിലായിരുന്നു. അതിന്റെ അടക്കത്തിന് പോയിരുന്നു. അതിന്റെ അടക്കത്തിന് പോയിരുന്നു. 3 ചരമപ്രസംഗം ഉണ്ടായിരുന്നു. 3 ചരമപ്രസംഗം ഉണ്ടായിരുന്നു. ഒരു പ്രസംഗത്തിന് 1-2 വാചകങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിടാൻ ആഗ്രഹിക്കുക. ഒരു പ്രസംഗത്തിൽ ഒരു വാചകം പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 33-ാമത്തെ വയസ്സിലാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്. 33-ാമത്തെ വയസ്സിലാണ് ചെറുപ്പക്കാരൻ മരിച്ചത്. പട്ടി അടിച്ചടിച്ച് ലിവർ പൊട്ടി മരിക്കുകയായിരുന്നു. മട്ടയടിച്ചടിച്ച് കരള് പോയി മരിക്കുകയായിരുന്നു. ആമേൻ. ചരമപ്രസംഗം കേൾക്കണം. ചരമപ്രസംഗം കേൾക്കണോ? ഈ നമ്മുടെ ചെറുപ്പക്കാരൻ യൗവനക്കാരനായ ഈ മനുഷ്യൻ, ഈ യൗവനക്കാരനായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു തനി നിഴലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു തനി നിഴലായിരുന്നു. ഞാൻ ഓർത്ത് കർത്താവേ, എപ്പോഴാണ് യേശു പട്ടയടിച്ചത്? ഞാൻ ഓർത്ത് കർത്താവേ, എപ്പോഴാണ് യേശു പട്ടയടിച്ചത്? അടുത്ത വാചകം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അടുത്ത വാചകം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ ചെറുപ്പക്കാരൻ 33-ാമത്തെ വയസ്സിൽ മരിച്ചു, നമ്മുടെ കർത്താവ് 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ഈ മനുഷ്യൻ 33-ാമത്തെ വയസ്സിൽ മരിച്ചു, നമ്മുടെ കർത്താവ് 33-ാമത്തെ വയസ്സിൽ മരിച്ചു. അടുത്ത വാചകം. അടുത്ത വാചകം. ആമേൻ. ഇദ്ദേഹത്തിന്റെ മരണത്താൽ ഉണ്ടായിരിക്കുന്ന വിടവടയ്ക്കാൻ ഇനി കാവമ്പാകത്ത് ആരുമില്ല. അദ്ദേഹത്തിന്റെ മരണത്താൽ ഉണ്ടായ വിടവടയ്ക്കുവാൻ ഇനി കാവും ഭാഗത്ത് ആരുമില്ല. അത് ശരി, അത്രയും പട്ടയടിക്കാൻ ആരുമില്ല. അത് ശരി, അത്രയും പട്ടയടിക്കാൻ ആരുമില്ല. 3-ാമത്തെ വാചകം. 3-ാമത്തെ വാചകം. എഴുതുക. എഴുതുക. ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ തന്മാർ ഭാഗ്യവാന്മാർ. ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ തന്മാർ ഭാഗ്യവാന്മാർ. ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അന്താളിച്ചു പോയി. ഞാൻ എന്താ ക്രിസ്തുവിൽ ജനിച്ചത്? ഇങ്ങനെ എന്നാ ക്രിസ്തുവിൽ ജനിച്ചത്? ക്രിസ്തുവിൽ ജനിക്കാത്തവൻ എങ്ങനെ ക്രിസ്തുവിൽ മരിക്കും? ക്രിസ്തുവിൽ ജനിക്കാത്തവൻ എങ്ങനെ ക്രിസ്തുവിൽ മരിക്കും? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജനിച്ചവൻ, ക്രിസ്തുവിൽ ജീവിച്ചവൻ, അവന് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയൂ. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ചവന് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവരും മരിക്കുമ്പോ വായിക്കാനുള്ള വാക്യമല്ലാതെ, എല്ലാവരും മരിക്കുമ്പോൾ വായിക്കാനുള്ള വാക്യമല്ലേ അല്ല. ജ്ഞാനമേള കഥാപ്രസംഗം വലിയ കുടിയൊക്കെ ആയിട്ട് നടന്നേച്ച് വായിക്കേണ്ട വാചകമല്ലത്. ഗാനമേള കഥാപ്രസംഗമോ കുടിയുമെല്ലാം കഴിഞ്ഞിട്ട് വായിക്കേണ്ട വാക്യമല്ല ആ വാക്യം. Praise the Lord. Hallelujah. Praise the Lord. പിന്നൊരു പാട്ട്. ഇന്നൊരു പാട്ട് ആമേൻ. ഞാനങ്ങനെ ഇരുന്ന് ചിന്തിച്ചു പോയി. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. എന്തോ പാടിയത്? എന്തോ പാടിയത്? സമയമാം ദേശത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ജീവിതകാലത്ത് സ്വർഗത്തെ കുറിച്ച് ഒറ്റ പ്രാവശ്യം ചിന്തിച്ചവരല്ല കാറ്റുമായിട്ട് പറയാ സ്വർഗയാത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം പോലും സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാത്തവനാണ് പറയുന്നത് സ്വർഗയാത്ര ചെയ്യുന്നത്. മാത്രമല്ല, അത് മാത്രമല്ല ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ, ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ, ഉള്ള അവകാശത്തിൽ അങ്ങ് തന്നെ ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടിഞ്ഞു. സംഗത ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടി
പെട്ടിക്കകത്ത് കയറി കഴിയുമ്പോഴാണ് സകല പുസ്തകത്തിലെയും പാട്ട് പാടി തീർക്കുന്നത്. ക്രിസ്തീയ കീർത്തനം, ക്രിസ്തീയ ഗാനമഞ്ജരി, എല്ലാ പുസ്തകങ്ങളും പാടി തീർക്കുക. ക്രിസ്തീയ ഗീതവും ക്രിസ്തീയ ഗാനമഞ്ജരി അങ്ങനെ എല്ലാ പാട്ടുപുസ്തകങ്ങളും പാടി അങ്ങ് തീർക്കുക. അത് മാത്രമല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങ് വായിക്കുക. അത് മാത്രമല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മുഴുവൻ ആയുസ് വേദപുസ്തകം വായിക്കാത്ത തള്ളയും അന്നേ ഒരു ഭാഗം എടുത്തങ്ങ് വായിക്കും. ആയത്ത് വേദപുസ്തകം വായിക്കാത്ത തള്ള അവിടെ വേദപുസ്തകം വായിക്കുക. എനിക്കങ്ങനെ പറയണമെന്ന് തോന്നുന്നു. എനിക്ക് അന്നേരം പറയണമെന്ന് തോന്നുന്നു. എന്റെ തള്ളേ, ഇത്രയും അധ്യായം ഒരു രാത്രി ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലതല്ലയോ ഇങ്ങനെ ജീവിച്ചിട്ടപ്പോ ഓരോ വാക്യം ഓരോ ദിവസം വായിച്ചിരുന്നെങ്കിൽ? ഈ ഒരു രാത്രിയിൽ ഇത്രയും ഭാഗം വായിക്കുന്നതിനേക്കാൾ നല്ലതല്ലയോ ദൈവം ജീവനോടെ ഇരുന്നപ്പോൾ ഓരോ വാക്യം എന്ന് പറഞ്ഞു കൊടുത്താൽ? ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പൈതലേ, ഒരു ദിവസം ഒരു പാട്ട് പാടണം. ഒരു ദിവസം ഒരു പാട്ട് പാടണം. ഹല്ലേലൂയ. ഒരു ദിവസം വെട്ടിക്കകത്ത് കയറണം. ഒരു ദിവസം വെട്ടിക്കകത്ത് കയറണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വഴികളെ ഇപ്പോൾ ക്രമീകരിക്കാം. ജീവിതത്തിന്റെ വഴികളെ ഇപ്പോൾ ക്രമീകരിക്കുക. ഏതായാലും രണ്ടുപേരും മരിച്ചു. ഏതായാലും രണ്ടുപേരും രണ്ടുപേരെയും ഇരിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. രണ്ടുപേരെ ഇരിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. ഹല്ലേലൂയ. ചിലരുടെ വിചാരം 40 ദിവസം ഇവിടൊക്കെ കറങ്ങി ഇഞ്ചിക്കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ. 40 ദിവസം ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഇഞ്ചിക്കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ. ഇഞ്ചിക്കറി തൊട്ടിലാക്കാൻ വിടത്തില്ല. ഇഞ്ചിക്കറി തൊട്ട് മരിക്കുന്ന സെക്കൻഡിൽ ഇരിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കും. മരിക്കുന്ന സെക്കൻഡിൽ ഇരിക്കേണ്ടടുത്ത് നിന്നെ ഇരുത്തും. ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഒരു വീട്ടിൽ, ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഒരു വീട്ടിൽ ഞാനൊരു ദിവസം വൈകിട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ചെല്ലണമെന്ന്. ഒരു കട്ടിലേൽ ഒരു ദൂഷണയിട്ട് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരു കട്ടിലേൽ ദൂഷണയിട്ട് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതെന്തിനാ ഇവിടെ വിളമ്പി വെച്ചു? ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതെന്തിനാ ഇവിടെ വിളമ്പി വെച്ചു? അയ്യോ ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഇത് വരുന്ന ദിവസമാണ്. അയ്യോ ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഇത് വരുന്ന ദിവസമാണ്. ഞാൻ ചോദിച്ചു, ആര് വരുന്ന ദിവസം? ഞാൻ ചോദിച്ചു, ആര് വരുന്ന ദിവസം? നമ്മുടെ അപ്പച്ചൻ. നമ്മുടെ അപ്പച്ചൻ. നമ്മുടെ അപ്പത്തിനല്ലേ മരിച്ചത്? നമ്മുടെ അപ്പത്തിനല്ലയോ മരിച്ചത്? അതേടി ഇത് വരുന്ന ദിവസം. അതേടി ഇന്ന് വരുന്ന ദിവസമാണ്. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? നീ വായിച്ചിട്ടില്ലേ പുസ്തകത്തിൽ? നീ വായിച്ചിട്ടില്ല പുസ്തകം? ഞാൻ ചോദിച്ചു, ഏത് പുസ്തകത്തിൽ? ഞാൻ ചോദിച്ചു, ഏത് പുസ്തകം? നമ്മുടെ പുസ്തകത്തിൽ. നമ്മുടെ പുസ്തകത്തിൽ. ഞാൻ ചോദിച്ചു, എന്തുവാ നമ്മുടെ പുസ്തകത്തിൽ? ഞാൻ ചോദിച്ചു, എന്താ നമ്മുടെ പുസ്തകത്തിൽ? അവൻ കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇവിടൊക്കെ കറങ്ങിയേച്ചാ മുകളോട്ട് പോയത്. കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇവിടെയൊക്കെ കറങ്ങിയേച്ചാ മുകളോട്ട് പോയത്. ഞാൻ പറഞ്ഞു, എന്റെ അമ്മച്ചി യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ് കറങ്ങിയത്. യേശുവിന്റെ പ്രേതമല്ല കറങ്ങിയത്. ഞാൻ പറഞ്ഞു, അമ്മച്ചി യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ് ഇവിടെയൊക്കെ കറങ്ങിയത്, അല്ല പ്രേതമായിട്ടല്ല. ഒരു പ്രേതവും ഇവിടെ കറങ്ങാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പ്രേതം ഇവിടെ കറങ്ങാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. Praise God. ദൈവത്തിന്റെ ഗവൺമെന്റ് നല്ല അച്ചടക്കമുള്ള ഗവൺമെന്റാ. ദൈവത്തിന്റെ ഗവൺമെന്റ് നല്ല അച്ചടക്കമുള്ള ഗവൺമെന്റാണ്. ഈയിടെ ഒരു അമ്മച്ചിയോട് പറയാ, ഈയിടെ ഒരു അമ്മച്ചനോട് പറയാ, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചിട്ട് 9 വർഷമായി. ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ച് 9 വർഷം ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. വിരിഞ്ഞാന്ന് രാത്രി കൊണ്ട് വെറ്റ മുറുക്കി വടി ഇടിച്ചിടിച്ച് വരുന്നു. മിനിഞ്ഞാന്ന് രാത്രി വെറ്റ മുറിച്ച് വടി ഇടിച്ചിടിച്ച് വരുന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലാൽ ആരോടും ഈ മണ്ടത്തിന് പറയില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോടും ഈ മണ്ടത്തരം ഞാനങ്ങ് ക്ഷമിക്കാം. ഞാനങ്ങ് ക്ഷമിക്കാം. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കരുത്. എല്ലാവരും ക്ഷമിക്കാൻ വിചാരിക്കരുത്. ഇനി ഈ ഭൂലോക മണ്ടത്തരം വേറെ ആരോടും പറയരുത്. ഇനി ഭൂലോക മണ്ടത്തരം ആരോടും പറയരുത്. ഇപ്പം വെറ്റ മുറുക്കി ഇടിച്ചിടിച്ച് വന്നു. വലിയപ്പം വെറ്റ മുറിച്ച് ഇടിച്ചിടിച്ച് വന്നെന്ന്. അങ്ങനൊന്നും വരത്തില്ല. അങ്ങനൊന്നും വരത്തില്ല. മരണശേഷം ഇരിക്കേണ്ടിടത്ത് എത്തിക്കും. മരണശേഷം ഇരിക്കേണ്ടടുത്ത് എത്തിക്കും. Praise God. അത് മാത്രമല്ല ധനവാൻ മുകളിലോട്ട് നോക്കി. ധനവാൻ മുകളിലേക്ക് നോക്കി. Praise the Lord. ആമേൻ. ആ നോട്ടം നേരത്തെ നോക്കി എന്ത് നല്ലതായിരുന്നു. ആ നോട്ടം നേരത്തെ നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ കൂത്താട്ടുകുളത്ത് കൂത്താട്ടുകുളം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂത്താട്ടുകുളത്ത് ഒരു പന്നിയെ വളർത്തുന്ന സ്ഥലമുണ്ട്. ഒരു പന്നിയെ വളർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ പന്നിക്കുഞ്ഞെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നതാണ്. പന്നിക്കുഞ്ഞെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നതാണ്. എല്ലാം താഴോട്ട് നോക്കിയാ. എല്ലാം താഴോട്ട് നോക്കിയാണ്. പിണ്ണാക്കുണ്ടോ അവിടെ ഉണ്ടോ, പിണ്ണാക്കുണ്ടോ അവിടെ ഉണ്ടോ, ഗോതമ്പുണ്ടോ ഇങ്ങനെ താഴോട്ട് നോക്കി അങ്ങനെ നടക്കുക. ഇങ്ങനെ താഴോട്ട് നോക്കി നടക്കുക. ശനിയാഴ്ച ഇതിനെ പന്നിയെ പിടിക്കുന്നവർ വരും. അവൻ ഏറ്റവും കുട്ടിക്കുറുമനെ നോക്കി അത് പിടിക്കും. ഏറ്റവും നല്ല തടിച്ചിരിക്കുന്നവനെ നോക്കി പിടിക്കും. അവൻ ഒരു കടികോടുണ്ട്. ഒരു 2 തടി ഇങ്ങനെ വെച്ച് കെട്ടിതാ. 2 തടി ഇങ്ങനെ വെച്ചിട്ട് അത് പെടലിക്കോട്ട് വെക്കും. അവൻ ഒന്ന് മുറുക്കും. അവൻ മുകളിലോട്ടൊന്ന് പോക്കും. അന്നേരം ആ പുള്ളി ആയുസിൽ ആദ്യം മുകളിലോട്ട് നോക്കും. അന്നേരമാണ് പുള്ളി ആദ്യം മുകളിലേക്ക് നോക്കുന്നത്. ഒരു ദിവസം ഒരു പന്നിക്കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് പോക്കി. മുകളിലോട്ട് പൊക്കി. അന്നേരമാണ് ആദ്യമായിട്ട് ആകാശം കാണുന്നത്. അവൻ അവിടെ കിടന്നോണ്ട് ആ കടിവോല കിടന്നോണ്ട് ഇങ്ങനെ പറയാ. ആ കടിയോല കിടന്നോണ്ട് ഇങ്ങനെ പറയാ, എന്ത് സുന്ദരമായ ആകാശം. എന്ത് സുന്ദരമായ ആകാശം. അയ്യോ മാവേലോട്ട് നോക്കി എന്ത് മാങ്ങ. അയ്യോ മാവേലോട്ട് നോക്കി എന്ത് മാങ്ങ. ആ തെങ്ങയെ കണ്ടില്ലോ എന്ത്
തേങ്ങ. ആ തേങ്ങയിൽ എന്തൊരു തേങ്ങ. നേരത്തെ നോക്കണ്ടായിരുന്നു. ഹോ, നേരത്തെ നോക്കേണ്ടതായി. എന്റെ അപ്പൻ സമ്മതിച്ചില്ലേലും അമ്മ സമ്മതിച്ചില്ലേലും ഇന്നു മുതൽ ഞാൻ എന്നും മോളോട്ട് നോക്കും. ഇനി അപ്പൻ സമ്മതിച്ചില്ലേലും അമ്മ സമ്മതിച്ചില്ലേലും ഞാൻ എന്നും മുകളിലേക്ക് നോക്കും. എന്റെ കുഞ്ഞേ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. എന്റെ കുഞ്ഞേ ഇത് നേരത്തെ പറയേണ്ടതായി. നാളെ വെളുപ്പിന് 5 മണിക്ക് കശാപ്പാണ്. നാളെ രാവിലെ 5 മണിക്ക് കശാപ്പാണ്. ഇപ്പോഴല്ല തീരുമാനം. ഇപ്പോഴെല്ലാം തീരുമാനം. എന്റെ വൈദ്യരേ, ദൈവത്തിന്റെ പൈതലേ, തീരുമാനം ഉരുത്തിരിയട്ടെ. തീരുമാനം നേരത്തെ ആകട്ടെ. അവങ്കിലേക്ക് നോക്കുവാൻ അവങ്കിലേക്ക് നോക്കുക. ഈ രാത്രിയോട് നിന്റെ സമയം. ഈ രാത്രിയാണ് നിന്റെ സമയം. തീരുമാനങ്ങൾ എടുക്കാൻ ഈ രാത്രിയോട് നിന്റെ സമയം. തീരുമാനങ്ങളെടുക്കാൻ ഈ രാത്രിയാണ് നിന്റെ സമയം. ഹല്ലേലൂയ. Praise God. മോളോട് നോക്കിയിട്ട് 2 കാര്യമാണ് ചോദിച്ചത്. മുകളിലേക്ക് നോക്കിയിട്ട് 2 കാര്യമാണ് ചോദിച്ചത്. അബ്രഹാം പിതാവേ, അബ്രഹാം പിതാവേ, ലാസറിനെ ഇങ്ങോട്ട് വിടാമോ? ലാസറിനെ ഇങ്ങോട്ട് വിടാമോ? ലാസറിനെ കണ്ടാൽ അറിയാം. ഇപ്പൊ ലാസറിനെ കണ്ടാൽ അറിയാം. അവൻ മരണശേഷം ഓർമ്മ പോകത്തില്ല. മരണശേഷം ഓർമ്മ പോകത്തില്ല. വ്യക്തിത്വം പോകത്തില്ല. വ്യക്തിത്വം പോകത്തില്ല. ഓമനെ നിന്നെ കണ്ടാൽ നീയാണെന്നറിയാം. ഓമനെ നിന്നെ കണ്ടാൽ നീയാണെന്ന് അറിയാം. സാറമ്മെ കണ്ടാലും അറിയാം. സാറാമെ കണ്ടാലും അറിയാം. Praise God. ലാസറിനെ കണ്ടപ്പോ ധനവാന് മനസ്സിലായല്ലോ. ലാസറിനെ കണ്ടപ്പോൾ ധനവാന് മനസ്സിലായല്ലോ. നമ്മളെല്ലാവരെയും കണ്ടാൽ ഐഡന്റിറ്റി പോകത്തില്ല, വ്യക്തിത്വം പോകത്തില്ല. നമ്മളെ എല്ലാവരെയും കണ്ടാൽ അറിയാം, നമ്മുടെ വ്യക്തിത്വം പോകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലാസറിനെ ഇങ്ങോട്ട് അയക്കാമോ? ലാസറിനെ ഇങ്ങോട്ട് അയക്കാമോ? അവന് പറ്റുകയില്ല. കർത്താവ് പറഞ്ഞു പറ്റത്തില്ല. അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ലാതെ ഇരിക്കുന്നിടത്ത് ഇരിക്കുക അല്ലാതെ ഒരിടത്ത് വന്നു പറ്റിയാൽ പിന്നെ ഇളക്കി പോകാൻ കൊണ്ടുവരക്കത്തില്ല. ഒരിടത്ത് വന്ന് പറ്റിയാൽ പിന്നെ ഇളക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവരുടെ എത്ര കുർബാന നടത്തിയാലും എത്ര കുർബാന നടത്തിയാലും ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ലാതെ ഇരിക്കുന്നിടത്ത് ഇരിക്കുക അല്ലാതെ അവൻ അവിടുന്ന് നടക്കാൻ പറ്റത്തില്ല. അവിടെ നടക്കാൻ പറ്റത്തില്ല. Praise the Lord. ഹല്ലേലൂയ. ഉടനെ ചോദിച്ചു, ഉടനെ ചോദിച്ചു, അയ്യോ എന്നാ എന്റെ വീട്ടിലോട്ട് അവരെ അയക്കാമോ? അയ്യോ എന്നാൽ എന്റെ വീട്ടിലോട്ട് അവനെ അയക്കാമോ? അതെന്തിനാ? അതെന്തിനാ? അവിടെ ഒരു സാക്ഷി യോഗമൊക്കെ വെക്കട്ടെ. അവിടെ സാക്ഷിയും യോഗമൊക്കെ ഇപ്പോഴാ വെക്കണം. ബോധം വരുന്ന സാക്ഷി യോഗമൊക്കെ വേണം. ഇപ്പോഴാ ബോധം വരുന്ന സാക്ഷി യോഗമൊക്കെ വേണമെന്ന്. സഭായോഗവും സാക്ഷി യോഗമൊക്കെ വേണമെന്ന് സഭായോഗവും സാക്ഷി യോഗമൊക്കെ വേണമെന്ന്. അബ്രഹാം പിതാവ് എന്നാ പറഞ്ഞു? അബ്രഹാം പിതാവ് എന്നാ പറഞ്ഞു? വേണ്ട, വേണ്ട, അവനെ ഇപ്പൊ അങ്ങോട്ട് വിട്ടാലും ശരിയാകത്തില്ല. അവനെ ഇപ്പൊ അങ്ങോട്ട് വിട്ടാലും ശരിയാകും. മരിച്ചവരിൽ ഒരാൾ എഴുന്നേറ്റ് ചെന്നാലും ശരിയാകത്തില്ല. മരിച്ചവരിൽ ഒരാൾ എഴുന്നേറ്റ് ചെന്നാലും ശരിയാകത്തില്ല. ഭഗവാന്റെ ആശ മുഴുവൻ നശിച്ചു. ധനവാന്റെ ആശ മുഴുവൻ നശിച്ചു. Praise the Lord. Praise the Lord. ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടക്കുക. ഞാൻ എന്റെ ഭാവനയിൽ ഇങ്ങനെ കാണുക. ഞാൻ എന്റെ ഭാവനയിൽ ഇങ്ങനെ Praise the കാണുകയാണ്. Lord. ഞാൻ സാധാരണ ആ ഭാവന കാണാറുണ്ട്. ഞാൻ സാധാരണ ആ ഭാവന കാണാറുണ്ട്. ആമേൻ. അബ്രഹാം പിതാവ് പറഞ്ഞു, അബ്രഹാം പിതാവ് പറഞ്ഞു, ലാസറിനെ ഇങ്ങോട്ട് വിടാൻ ഒക്കത്തില്ല, ലാസറിനെ ഇങ്ങോട്ട് വിടാൻ ഒക്കത്തില്ല, വീട്ടിലോട്ടും വിടാൻ ഒക്കത്തില്ല. വീട്ടിലോട്ടും വിടാൻ ഒക്കത്തില്ല. അപ്പം ധനവാൻ ഇങ്ങനെ ചിന്തിച്ച് കാണും. അപ്പോൾ ധനവാൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ആമേൻ. കർത്താവേ, കർത്താവേ, ഈ നരകത്തിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ, ഈ നരകത്തിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മൂത്ത മോൻ ബാബുമാനെ ഒന്ന് വിളിക്കായിരുന്നു. എന്റെ മൂത്ത മോനെ ബാബുമോനെ ഒന്ന് വിളിക്കായിരുന്നു. Praise the Lord. വീട്ടിൽ ഫോണുണ്ട്, വീട്ടിൽ ഫോണുണ്ട്, നരകത്തിൽ ഫോണില്ല. നരകത്തിൽ ഫോണില്ല. ഫോൺ ഉണ്ടായിരുന്നെങ്കിലോ? ഫോൺ ഉണ്ടായിരുന്നെങ്കിലോ? ഉണ്ടായിരുന്നിരിക്കട്ടെ. ഉണ്ടായിരുന്നെങ്കിൽ ഇരിക്കട്ടെ. ധനവാൻ കറക്കുക. ധനവാൻ കറക്കുക. അവൻ ധനവാന്റെ വീട്ടിലെ നമ്പറാ ഡയൽ ചെയ്യുന്നത്. ധനവാന്റെ വീട്ടിലെ നമ്പർ ഡയൽ ചെയ്യുന്നു. അവൻ അവിടെ മണിയടിക്കുന്നു. അവിടെ മണിയടിക്കുന്നു. ബാബുമാൻ ഓടി വന്ന് എടുത്തു. ബാബുമോൻ ഓടി വന്നെടുത്തു. ഹലോ, ഹലോ, ആരാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേ? ആരാണ്? ബാബുമാനാണോ? ആരാ ബാബുമോനാണോ? അതെ. അതെ. ആരാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേ? മോനെ അപ്പച്ചനാ. മോനെ അപ്പച്ചനാ. അയ്യോ, അപ്പച്ചൻ എവിടുന്നാ? അയ്യോ അപ്പച്ചൻ എവിടുന്നാ വിളിക്കുന്നത്? പാതാളത്തിൽ. പാതാളത്തിൽ നിന്ന്. അപ്പച്ചൻ അങ്ങ് എത്തിയോ? അപ്പച്ചൻ അങ്ങ് എത്തിയോ? അപ്പച്ചാ 40 കഴിഞ്ഞില്ലല്ലോ. അപ്പച്ചൻ 40 കഴിഞ്ഞില്ലല്ലോ. എടാ കുഞ്ഞെ 9, 16, 40 ഒക്കെ അവിടെ ഉള്ളു, ഇവിടെ ഇല്ല. എടാ കുഞ്ഞെ 9, 16, 40 ഒക്കെ അവിടെയുള്ളൂ, ഇവിടെ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ മരിച്ചാൽ ഉടനെ കൊണ്ടുവരിക എന്നുള്ളതാ പദ്ധതി. ഇവിടെ മരിച്ചാൽ ഉടനെ കൊണ്ടുവരിക എന്നുള്ളതാ പദ്ധതി. അയ്യോ അപ്പച്ച, അയ്യോ അപ്പച്ച, അതെങ്ങനെ ആ പാതാളത്തിൽ ചെന്ന്? അതെങ്ങനെ പാതാളത്തിൽ ചെന്ന്? അപ്പച്ചൻ മുറയ്ക്ക് കുർബാന കൈക്കൊള്ളുമായിരുന്നല്ലോ. അപ്പച്ചൻ മുറയ്ക്ക് കുർബാന കൈക്കൊള്ളുമായിരുന്നല്ലോ. അന്ത്യകുദാശകൾ തന്നല്ലോ. അന്ത്യകുദാശ ഞങ്ങൾ തന്നല്ലോ. തൈലാഭിഷേകം നടത്തിയല്ലോ. തൈലാഭിഷേകം നടത്തിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഒപ്പീസും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒപ്പീസ് ഞങ്ങൾ നടത്തിയല്ലോ. എങ്ങനെ അപ്പച്ചൻ അങ്ങ് പാതാളത്തിൽ ചെന്ന്? പിന്നെ അങ്ങനെ അപ്പച്ചൻ അങ്ങ് പാതാളത്തിൽ ചെന്ന്. എന്റെ മോനെ ഇതൊക്കെ വെറുതെയാ. എന്റെ മോനെ ഇതൊക്കെ വെറുതെയാ. ഒപ്പീസും കുപ്പീസും ഒന്നും ഇവിടെ ഇല്ല. ഒപ്പീസും തുപ്പീസും ഒന്നും ഇവിടെ ഇല്ല. Praise God. ഇതൊന്നും ഇവിടെ വരവ് വെക്കത്തില്ല. ഇവിടെ ഒന്നും ഇവിടെ വകവെക്കത്തില്ല. വരവ് വെക്കത്തില്ലെന്ന് പറയാനാ ഞാനിപ്പോ ഫോൺ വിളിക്കുന്നത്. വകവെക്കത്തില്ലെന്ന് പറയാനാ ഞാനിപ്പോ തിടുക്കത്തിൽ ഫോൺ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പച്ച, അപ്പച്ച, ഒരു കാര്യം കൂടെ. ഒരു കാര്യം കൂടെ. അപ്പച്ചൻ തന്നെയുള്ളൂ അവിടെ? അപ്പച്ചൻ തന്നെയുള്ളൂ അവിടെ? അല്ലടാ കുഞ്ഞെ, അല്ലടാ കുഞ്ഞ്, നമ്മുടെ ഷാർജയിലുള്ള ഒത്തിരി ഒന്നും ഇവിടെ തന്നെ. നമ്മുടെ ഷാർജയിലുള്ള ഒത്തിരി ഇവിടെ ഉണ്ട്. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാരും ഇങ്ങോട്ട് തന്നെയാ പോകുന്നത്. എല്ലാവരും ഇങ്ങോട്ട് തന്നെയാ പോകുന്നേക്കുന്നത്. പ്രസംഗം കേട്ടവരും കുറെ ഉണ്ട് ഇവിടെ.
പ്രസംഗം കേട്ട കുറെ പേര് ഇവിടെ ഉണ്ട്. അന്ന് കൈകൊട്ടി ചിരിച്ചതേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടില്ല. അന്ന് കൈകൊണ്ട് തിരിച്ചതാണ് രക്ഷിക്കപ്പെട്ടില്ല. ഇവിടെ കിടന്ന് വെള്ളം വെള്ളമെന്ന് അലയ്ക്കുക. ഇവിടെ കിടന്ന് വെള്ളം വെള്ളം നലയ്ക്കുകയാണ്. അപ്പത്തിന് എന്തിനാ ഇപ്പൊ വിളിച്ചത്? അപ്പത്തിന് എന്തിനാ ഇപ്പൊ വിളിച്ചത്? എടാ ഒരു കാര്യം പറയാനാ. എടാ ഒരു കാര്യം പറയാനാ. നീ വേഗം ഉപ്പാപ്പന്മാരുടെ അടുക്കോട്ട് ആളയച്ചേച്ച് നീ വേഗം ഉപ്പാപ്പന്മാരുടെ അടുക്കൽ ആളെ വെച്ചിട്ട് അവരോട് പറയണം വേഗം രക്ഷിക്കപ്പെടണം. വേഗം രക്ഷിക്കപ്പെടണം. ആ കുപ്പിയെല്ലാം വലിച്ചെറിയണം. ആ കുപ്പിയെല്ലാം വലിച്ചെറിയണം. ആ കുപ്പി കുടിച്ചോണ്ടിരുന്ന ഞാൻ വന്നിടത്ത് തന്നെ അവരും വരും. ആ കുപ്പി അവർ കുടിച്ചോണ്ടിരുന്ന ഞാൻ വന്നിടത്ത് തന്നെ അവരും വരും. അവരോട് നല്ല ബുദ്ധി പറയണം. അവരോട് നല്ല ബുദ്ധി പറയണം. അവൻ കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇനി പാപികളായി ജീവിക്കരുത്. പാപിയായി ജീവിക്കരുത്. കുഞ്ഞാടിനെടുത്തതാൽ കഴുകപ്പെടാൻ. കുഞ്ഞാടിനെടുത്തതാൽ കുഞ്ഞാടിനെടുത്തതാൽ കഴുകപ്പെടുവാൻ. കഴുകപ്പെടുവാൻ. നീ അവരെ ഉപദേശിക്കണം. നീ അവരെ ഉപദേശിക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് നശിക്കുക. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് എന്നെ നശിക്കുക. കേൾക്കുന്ന സഹോദരാ, എന്നെ കേൾക്കുന്ന സഹോദരാ, സഹോദരിയെ, സഹോദരിയെ, ദിവസങ്ങൾ വരുന്നതിന് മുൻപായി ദുർദിവസം വരുന്നതിന് മുമ്പേ അവൻ നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് മാനസാന്തരപ്പെടാം. പാപങ്ങളോട് യാത്ര പറയാം. പാപങ്ങളോട് യാത്ര പറയാം. പാപങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കരുത്. പാപങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കരുത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കഴുകൽ പ്രാപിക്കാം. നമുക്ക് കഴുകൽ പ്രാപിക്കാം. ജീവിതത്തിൽ പകൽ വീഴ്ചകൾ വാഴ്ത്തിടുമോ ക്രൂശിലെ ഈശോയെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വാഴ്ത്തിടുമോ ക്രൂശിലെ ഈശോയെ.
നീങ്ങുന്നുവെങ്കിൽ ഇന്ന് രാത്രി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നിന്റെ മരണം നിന്നെ സന്ധിക്കുന്നതിന് മുൻപായി നിന്റെ മരണം നിന്നെ ശ്രദ്ധിക്കുന്നതിന് മുൻപായി പ്രഭുക്കളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച് കഴിവുകൾ പ്രാപിച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് ഒരു പുതിയ തീരുമാനത്തിലേക്ക് 10-20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. 10-20 വർഷം മുൻപ് രക്ഷിക്കപ്പെട്ടോ എന്നല്ല ചോദിക്കുന്നത്. Amen. What about your salvation experience? നിന്റെ രക്ഷയുടെ നിർണയം ഇന്ന് രാത്രി പുതുക്കത്തോടെ നിൽക്കുന്നു. രക്ഷയുടെ നിർണയം ഇന്ന് രാത്രി പുതുക്കത്തോടെ നിൽക്കുമ്പോൾ ഒരു up to date experience. Amen. ദൈനംദിന കളികളുടെ അനുഭവം ഒരു ജീവിതത്തിൽ നിനക്കുണ്ടോ? ഒരു അപ് ടു ഡേറ്റ് ക്രിസ്ത്യൻ ലൈഫ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം തരുന്നെങ്കിൽ, ആർക്കെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം തരുന്നു കാൽവറിയിൽ നിന്ന് ആ നീളം ഒഴുകിക്കൊണ്ടിരിക്കുക, കാൽവറിയിൽ നിന്ന് ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ആമേൻ. ഇനി ഷാർജ കാണാൻ പോകുന്നതിലേക്കും ഏറ്റവും വലിയ സംഭവം, ഇനി ഷാർജ കാണാൻ പോകുന്നതിലേക്കും ഏറ്റവും വലിയ സംഭവം എന്റെ യേശുവിന്റെ മടങ്ങി വരവാണ്. എന്റെ യേശുവിന്റെ മടങ്ങി വരവാണ്. മടങ്ങി വരുമെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല. മടങ്ങി വരുമെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല. മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഏക നേതാവ് യേശുവാണ്. മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഏക നേതാവ് യേശു ക്രിസ്തു മാത്രമാണ്. വിശ്വാസിയുടെ പ്രത്യാശ അതാണ്. വിശ്വാസിയുടെ പ്രത്യാശ അതാണ്. അത് ഓർത്തുകൊണ്ടാണ് നാം കഷ്ടം സഹിക്കുന്നത്. അത് ഓർത്തുകൊണ്ടാണ് നാം കഷ്ടം സഹിക്കുന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തം നമുക്കുണ്ട്. വാഗ്ദത്തം നമുക്കുണ്ട്. ഈയിടെ അമ്മച്ചി ചോദിക്കുണ്ടായി, ഈയിടെ അമ്മച്ചി ചോദിക്കുണ്ടായി, അയ്യോ ഇനി പുള്ളി വരാതിരിക്കുവോ? അയ്യോ ഇനി പുള്ളി വരാതിരിക്കുമോ? ഞാനൊക്കെ പറഞ്ഞിങ്ങനെ വരാതിരിക്കുന്ന പുള്ളിയല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വരാതിരിക്കുന്ന പുള്ളിയല്ല. ആദ്യം പറഞ്ഞിട്ട് വന്നല്ലോ, ആദ്യം പറഞ്ഞിട്ട് വന്നല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞാൽ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞാൽ വരും. വരുമ്പോൾ എങ്ങനെ നാം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, എങ്ങനെ നാം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, അതോടെ പറഞ്ഞാൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൂടെ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. 5-ാം വാക്യം, 4-ാം അധ്യായം, 2 തിമോഥെയോസ് 4-ാം അധ്യായം 5-ാം വാക്യം. Praise the Lord. നീയോ സകലത്തിൽ നിർഭയനായിരിക്കാം, കഷ്ടം സഹിക്കാം, വിശേഷങ്ങൾ പ്രവർത്തിക്കുക, നിന്റെ ശുശ്രൂഷകൾ വഴിയായി നിവർത്തിക്കാം. മതി. ആ വാക്യം എല്ലാവരും വരച്ചിടണം. ആ വാക്യം എല്ലാവരും അണ്ടർലൈൻ ചെയ്യണം. കാരണം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുവൻ എങ്ങനെ ഒരുങ്ങും, കാരണം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുവൻ എങ്ങനെ ഒരുങ്ങണം. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നീയോ നിർമ്മതനായിരിക്കാം. നീയോ നിർമ്മതനായിരിക്കാം. പറഞ്ഞാൽ നിന്റെ സ്വന്തം ജീവിതം സൂക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം ജീവിതം സൂക്ഷിക്കാം. അവനവന്റെ ജീവിതം ആദ്യം സൂക്ഷിക്കണം. അവനവന്റെ ജീവിതം ആദ്യം സൂക്ഷിക്കണം. 2, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ നിറവട്ടിയായി നിവർത്തിക്കണം. ജീവിതത്തിന്റെ 2 വശങ്ങളാണ്. ഇത് ജീവിതത്തിന് 2 വശങ്ങളാണ്. ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഒന്ന്, ഞാനും എന്റെ കർത്താവുമായുള്ള ബന്ധം. 2, കർത്താവിന് വേണ്ടി ആത്മാക്കൾ നിറവേറ്റുന്ന ശുശ്രൂഷ. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷ. അത് നിറവടിയായി നിവർത്തിക്കും. അത് നിറവട്ടിയായി നിവർത്തിക്കുക. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കണം. അവന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കണം. എങ്ങനെയാണ് എന്റെ ജീവിതം സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് എന്റെ ജീവിതം സൂക്ഷിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് എന്റെ സ്വന്തം ജീവിതം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യങ്ങളാണ് എന്റെ സ്വന്തം ജീവിതം സൂക്ഷിക്കാൻ വേണ്ടിയത്. 1, 9-ാം വാക്യം, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ. ഹല്ലേലൂയ. ജീവിതം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ജീവിതം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ യേശുവിന്റെ അടുക്കൽ വരണം. Keep yourself near his feet. അവന്റെ പാദവെള്ളത്തിൽ നിന്നെ തന്നെ സൂക്ഷിക്കുക. അവന്റെ പാദപിടിത്തിൽ നിന്നെ തന്നെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഓടി നടന്നാൽ തെറ്റുകൾ വരും. ഓടി നടന്നാൽ തെറ്റുകൾ വരും. പാദപീഠം വിട്ടുപോയാൽ പാപം വരും. പാദപിടം വിട്ടുപോയാൽ പാപം വരും. Praise the Lord. ആകയാൽ വേഗത്തിൽ അവന്റെ അടുക്കിലേക്ക് വരും. വേഗത്തിൽ അവന്റെ അടുക്കൽ വന്നിട്ടുള്ളവരൊക്കെ ബന്ധപ്പെട്ട് വന്നവരാണ്. അവന്റെ അടുക്കൽ വന്നവരൊക്കെയും ബന്ധപ്പെട്ട് വന്നവരാണ്. സക്കായിയോട് ചോദിച്ചേ എവിടെ ഇരിക്കുവായിരുന്നു? എവിടെ ഇരിക്കുമായിരുന്നു? കാട്ടത്തിയിൽ ഇരിക്കുകയായിരുന്നു. കാട്ടത്തിയിൽ ഇരിക്കുമായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞു? കർത്താവ് എന്താ പറഞ്ഞു? സക്കായിയേ പതിയെ ഇറങ്ങി വാ. പതുക്കെ ഇറങ്ങി വാ. ഇങ്ങനല്ല പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലേ ഷാർജക്കാർക്ക് സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞിരുന്നേ ഷാർജക്കാർക്ക് സന്തോഷമായിരുന്നു. പതിയെ ഇനി കിടപ്പുണ്ടല്ലോ വർഷം. ഇനി കിടപ്പുണ്ടല്ലോ. പതുക്കെ ഇറങ്ങി വരിക. പതുക്കെ ഇല്ല കുഞ്ഞേ, വേഗത്തിൽ ഇറങ്ങി വരിക. നാളത്തെ രാത്രി കൂടെ പ്രസംഗം കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. നാളത്തെ രാത്രി കൂടെ പ്രസംഗം കേൾക്കുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല.
അവന്റെ അടുക്കൽ വേഗത്തിൽ വന്നവൾ. അവന്റെ അടുക്കൽ വേഗത്തിൽ വന്നവളാണ്. വന്നെന്ന് മാത്രമല്ല വന്നതുപോലെ അവന് വേണ്ടി ഓടുകയും ചെയ്തു. വന്നതുപോലെ അവന് വേണ്ടി ഓടുകയും ചെയ്തു. പുള്ളിക്കാരത്തി എന്തിനാ വന്നേ? പുള്ളിക്കാരത്തി എന്തിനാ വന്നേ? വെള്ളം കോരാൻ വന്നതാ. വെള്ളം കോരാൻ വന്ന. വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം പോലും മറന്നിട്ടാ ഒറ്റ ഓട്ടം. വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം പോലും മറന്നിട്ടാണ് ഒറ്റ ഒരു ഓട്ടം. കാര്യം എന്താണെന്നറിയാമോ? വെള്ളം കോരുന്നത് മറന്നു. കാരണം ഉറവ അവന്റെ ഉള്ളിലേക്ക് വന്നു. വെള്ളം കോരുന്നവൾ മറന്നു. എന്താണെന്ന് വെച്ചാൽ ഉറവ അവളുടെ ഹൃദയത്തിലേക്ക് വന്നു. ഉറവയില്ലാത്തവനൊക്കെ ആ മൺകുടത്തിൽ കോരിക്കൊണ്ട് നടക്കുന്നത്. ഉറവയില്ലാത്തവനൊക്കെ മൺകുടത്തിൽ കോരിക്കൊണ്ട് നടക്കുന്നു. ഉറവ വന്നു കഴിഞ്ഞാൽ പിന്നെ മൺകുടം വേണ്ട. ഉറവ വന്നു കഴിഞ്ഞാൽ പിന്നെ മൺകുടം വേണ്ട. ഭൂതഗ്രസ്തനോട് ചോദിച്ചേ. വേഗത്തിൽ അവന്റെ അടുക്കിലേക്ക് വരിക. വേഗത്തിൽ എന്റെ അടുക്കിലേക്ക് വരിക. നൂല് വസ്ത്രമില്ലെങ്കിൽ ഇങ്ങ് വാ. നൂല് വസ്ത്രമില്ലെങ്കിൽ ഇങ്ങ് വാ. അവൻ നിന്നെ അങ്കി ധരിപ്പിക്കും. അവൻ നിന്നെ അങ്കി ധരിപ്പിക്കും. അത് മാത്രമല്ല അവൻ നിന്നെ അവന്റെ പാദപീഠത്തിൽ ഇരുത്തും. അവൻ നിന്നെ അവന്റെ പാദപീഠത്തിൽ ഇരുത്തും. അവൻ നിന്നെ വചനം പഠിപ്പിക്കും. അവൻ നിന്നെ വചനം പഠിപ്പിക്കും. തെക്കപ്പുലി നാട്ടിലെല്ലാം ഘോഷിക്കുവാൻ. തെക്കമ്പുലി നാട്ടിലെല്ലാം ഘോഷിക്കുവാൻ. അവൻ നിന്നെ അധികാരപ്പെടുത്തും. അവൻ നിന്നെ അധികാരപ്പെടുത്തും. ഞങ്ങളുടെ സഹോദരിമാർക്ക് അതത്ര പിടിക്കുന്നില്ല. ഞങ്ങളുടെ സഹോദരിമാർക്ക് അതത്ര പിടിക്കുന്നില്ല. ആരാ കഴിച്ചു ഇതൊക്കെ ഇങ്ങനെ ഓടി നടക്കാൻ? ആരെ കൊണ്ട് കഴിയും ഇങ്ങനെയൊക്കെ ഓടി നടക്കാൻ? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി അല്ലാതെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അല്ലാതെ തന്നെ ജോലിയുണ്ട്. പിള്ളേരുടെ കാര്യം നോക്കണം. പിള്ളേരുടെ കാര്യം നോക്കണം. വാക്യൂം ക്ലീൻ ചെയ്യണം. വാക്യൂം ക്ലീനർ കൊണ്ട് വാക്യൂം ചെയ്യണം. ഇസ്ത്രി ഇടണം. ഇസ്ത്രി ഇടണം. അവൻ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകണം. കൊച്ചുങ്ങളെ കുളിപ്പിക്കണം. അവൻ വൈകിട്ടത്തെ ചപ്പാത്തി ഉണ്ടാക്കണം. ഇതിനിടയിൽ ഇനി എവിടെ ഓടാൻ നേരം? ഇതിനിടെ എവിടെ ഓടാൻ നേരം? ഇത്രയും തന്നെ ഓടാൻ നേരമില്ല. ഇത്രയും തന്നെ ഓടാൻ നേരമില്ല. നിന്നെ ഓടിക്കും തമ്പുരാൻ. നേരമില്ലെന്ന് പറഞ്ഞവരൊക്കെ ആ ഓടിയിട്ടുള്ളത്. നേരമില്ലെന്ന് പറഞ്ഞവരൊക്കെ ആ ഓടിയിട്ടുള്ളത്. അവന്റെ സ്നേഹം ഉള്ളിൽ വരുമ്പോൾ നീ തന്നെ ഓടും. അവന്റെ സ്നേഹമുള്ളിൽ വരുമ്പോൾ നീ തനിയെ ഓടും. നീ എങ്ങോട്ടാ ഓടുന്നേ? നിർജ്ജന പ്രദേശത്തേക്ക്. അതെന്തിനാ? നീ അവിടെ വലിയ ഉണർവ്യോഗം നടത്തിയില്ലേ ശബരിയായില്ലേ? നീ ശബരിയിൽ വലിയൊരു ഉണർവ്യോഗം നടത്തിയില്ലേ? അതെ. പക്ഷെ കർത്താവ് പറഞ്ഞു അവന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് അവൻ ഒരു ഷണ്ടനെ കാണാൻ ഞാൻ ഓടുകയാണ്. സ്നേഹം വരുമ്പോൾ ഓടിക്കുന്നത് ഒന്ന് അകത്ത് വരുമ്പോൾ നീ തന്നെ ഓടും. വേഗത്തിൽ അവന്റെ അടുക്കൽ വരികയാൻ ഉത്സാഹിക്കാം. ആമേൻ. അടുത്തത് അല്ല, പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവന്റെ അടുക്കൽ വരിക. 2, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാം. തിമോഥെയോസിന്റെ ലേഖനം 1 തിമോഥെയോസ് 4 അധ്യായം 17 വാക്യം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ആമേൻ. നിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ രണ്ടാമതായിട്ട് അവന്റെ അടുക്കൽ വന്നാൽ മാത്രം പോരാ. അവന്റെ അടുക്കൽ വന്നാൽ മാത്രം പോരാ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാം. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കാം. അവിടെയാണ് പലർക്കും ഒരു വലിയ മടി. അവിടെയാണ് പലർക്കും ഒരു വലിയ മടി. സ്തോത്രം. രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടണമെന്ന് അറിയാം. അത് കുറച്ച് കഴിഞ്ഞ് പോരായോ എന്നാ? അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരായോ എന്നാ? അത്ര ധൃതി തന്നെ. സ്തോത്രം. റിബേക്കയോട് ചോദിച്ചേ, പ്രിയനോട് ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒരു അഭിപ്രായം 10 ദിവസം കൂടി ഇവിടെ നിൽക്കണം. അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒരു അഭിപ്രായം 10 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. കൊച്ചെന്നാ പറഞ്ഞു? എന്നാ പറഞ്ഞു? ആ പരിപാടിയില്ല. ഞാൻ വെളുപ്പിനെ ഒട്ടകത്തിലൂടെ കയറിയ പ്രിയനോട് ചേരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് കയറും. പ്രിയനോട് ചേരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്തെ കയറും. ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മച്ചിയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, കുഞ്ഞുമോളെ ഞാൻ എല്ലാം തീരുമാനിച്ചിരിക്കുക. ഞാൻ ചോദിച്ചെന്നാ? അതെല്ലാം തീരുമാനിച്ചിരിക്കുക. പ്രിയനോട് ചേരാൻ യാക്കോബായില വേറെ ആരോടും പറയരുത്. ഞാൻ ചോദിച്ചു, പിന്നെ എന്നെ അമ്മച്ചിക്ക് താമസം. ഹല്ലേലൂയ. അതെ, എന്റെ ഇളയ മോടെ കല്യാണം കൊടുന്ന് കഴിഞ്ഞോട്ടെ. അത് മാത്രമല്ല നമ്മുടെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. ശരിക്കും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ
അത് പ്രവർത്തിച്ച പോലെ തമ്പുരാൻ കൈക്കൊള്ളും. ശരിക്കും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചതുപോലെ തമ്പുരാൻ കൈക്കൊള്ളും. ഞാൻ പറഞ്ഞ നല്ല കർത്താവാണ്. ഞാൻ പറഞ്ഞ നല്ല കർത്താവാണ്. ആമേൻ. രണ്ടാഴ്ച കഴിഞ്ഞ് മൂത്ത മോന്റെ കല്യാണം ഉറച്ചു. മൂത്തമ്മന്റെ കല്യാണം ഉറച്ചു. എന്നെ വിളിക്കാൻ വന്നു. ആമേൻ. രണ്ടാഴ്ചയേ ഉള്ളൂ. ഒത്തിരി പേരെ വിളിക്കാനുണ്ട്. ഒത്തിരി പേരെ വിളിച്ചു. ആദ്യം ഇങ്ങോട്ടാ വന്നേ. കുഞ്ഞുമോളെ മറക്കാതെ വരണേ. ഡേറ്റ് കുറിച്ചിടണം. ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ മോന്റെ കല്യാണം നടക്കേണ്ട യാതൊരു കാര്യമില്ല. അമ്മച്ചിയുടെ മോന്റെ കല്യാണം നടക്കേണ്ട യാതൊരു കാര്യമില്ല. അതന്നെ അമ്മച്ചി ഇന്നാൾ എന്നോട് പറഞ്ഞില്ലേ, ശരിക്ക് പ്രതിഷ്ഠിച്ചതാണെങ്കിൽ പ്രവർത്തിച്ച പോലെ കർത്താവ് കൈക്കൊള്ളും. ശരിക്കും പ്രതിഷ്ഠിച്ചാണെങ്കിൽ പ്രവർത്തിച്ചതുപോലെ കർത്താവ് കൈക്കൊള്ളും. ശരിക്കും ഉറച്ച കല്യാണമാണെങ്കിൽ നടന്ന വാശിയാ കർത്താവ്. ഇത് ശരിക്കും ഉറച്ച കല്യാണമാണെങ്കിൽ നടന്ന വാശിയാണ്. അയ്യോ അങ്ങനല്ല. കല്യാണം നടത്തണം. ഞാൻ പറഞ്ഞ അങ്ങനെ അമ്മച്ചിയുടെ കല്യാണം ആദ്യം നടത്തും 4 വർഷമായി ഉറച്ചിട്ട്. ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ കല്യാണം ആദ്യം നടന്ന് 4 വർഷമായില്ലേ ഉറച്ചിട്ട്. അനേക പാർട്ടികൾ ഇവിടെ ഉണ്ട്, ഉറച്ചിട്ടെങ്കിൽ നടക്കുക. അനേക പാർട്ടികൾ ഇവിടെ ഉണ്ട്, ഉറപ്പിച്ചിട്ടങ്ങ് നടക്കുക. നിന്റെ കല്യാണമൊക്കെ ആദ്യം നടക്കട്ടെ, പ്രിയന്റെ പിന്നെ നടക്കാം. നിന്റെ കല്യാണം ആദ്യം നടക്കട്ടെ, പിന്നെ പ്രിയന്റെ കല്യാണം. ദൈവത്തിന്റെ വചനപ്രകാരം നിന്നെയും ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിന്റെ വചനപ്രകാരം നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഉപദേശം പഠിക്കുന്നിടത്ത് നിന്റെ അഭിപ്രായത്തിന് സ്ഥാനമില്ല. ഉപദേശം പഠിക്കുന്നിടത്ത് നിന്റെ അഭിപ്രായത്തിന് സ്ഥാനമില്ല. അവൻ രക്ഷിക്കപ്പെട്ടാൽ എത്രയും വേഗത്തിൽ പ്രിയനോട് ചേരണം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞവരെ കുഴിച്ചിടാതിരുന്നാൽ ഗവൺമെന്റ് ആക്ഷൻ എടുക്കും. മരിക്കാത്തവരെ കുഴിച്ചിട്ടാലും ഗവൺമെന്റ് ആക്ഷൻ എടുക്കും. ഞങ്ങളുടെ അവിടെ ഒരു അപ്പച്ചൻ 93 വയസ്സുണ്ട്. ആമേൻ. അത്യാസന്നമായി കിടക്കുക. പിള്ളേര് 4 ഗൾഫിലാണ്. അങ്ങോട്ട് കമ്പി അടിച്ചു. ടെലിഗ്രാം. ഫാദർ സിംഗിങ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. പിള്ളേര് 4 പേരും ഭാര്യയെ പിള്ളേരെ എല്ലാം പെറുക്കിയെടുത്ത് 10 ദിവസത്തെ അവധിക്കായിട്ട് നാട്ടിൽ വന്നു. പിള്ളേർ 4 പേരും ഭാര്യയും കുഞ്ഞുങ്ങളെ എല്ലാം പൊക്കിയെടുത്ത് 10 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നു. പിള്ളേരെ കണ്ടപ്പോ അപ്പച്ചന്റെ ദീനം ഒക്കെ ഓർമ്മ. പിള്ളേരെ കണ്ടപ്പോ അപ്പച്ചന്റെ അസുഖമൊക്കെ പോയി. അപ്പച്ചനാണ് ചോറുണ്ണാൻ തുടങ്ങി. പിള്ളേരുടെ അവധിയും തീർന്നു. തീരാറായി. പോകുന്നതിന്റെ തലേദിവസം മൂത്ത മകൻ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി. പിള്ളേരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി. ഇങ്ങനെ പറഞ്ഞിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ സിംഗിങ് കമ്പി കിട്ടിട്ട് നമ്മൾ വന്നത്. അപ്പച്ചൻ സിംഗിങ് ടെലിഗ്രാം കിട്ടിട്ട് നമ്മൾ വന്ന്. നമ്മളെ കണ്ടപ്പോൾ അപ്പച്ചൻ ഇപ്പൊ കൃപയാൽ സുഖമുണ്ട്. പക്ഷെ നമ്മളിപ്പോ തിരിച്ചു പോയാൽ ഏത് സമയത്തും പിന്നെയും അത്യാസന്നമാകും. കാരണം 93 വയസ്സുണ്ട്. ഇനിയും കമ്പി കിട്ടിയാൽ നമുക്ക് ആർക്കും വരാൻ സാവകാശം. ഇനി ടെലിഗ്രാം കിട്ടിയാൽ നമുക്ക് ആർക്കും വരാനുള്ള സാവകാശം. ഇപ്പോഴാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെന്നൊരു സൗകര്യമുണ്ട്. അപ്പത്തിന് 93 വയസ്സായെന്നൊരു കാര്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് അപ്പത്തിനെ അങ്ങ് അടക്കാം. അപ്പത്തിനേറെ താമസിയാതെ മരിച്ചോളും. പലരും അങ്ങനെയാ. 3-ാം മാസത്തിൽ പൊക്കിക്കൊണ്ട് പോകുന്ന സൗകര്യമുണ്ട്. 3-ാം മാസത്തിലാണ് എടുത്തോണ്ട് പോകുന്ന സൗകര്യമുണ്ട്. അവൻ തുണി മാറിക്കുന്ന സൗകര്യമുണ്ട്. രക്ഷിക്കപ്പെടേണ്ടെന്നൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ അങ്ങ് കുഴിച്ചിടാം. വലിയ മരിച്ചോളും. പതുക്കെ മരിച്ചോളൂ. അതൊന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനപ്രകാരം നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. വേർ വരണമെന്ന് പറഞ്ഞാൽ വേർ വിടണം. ആമേൻ. വേർപെടത്ര അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ തമ്പുരാൻ പറഞ്ഞേനെ ഇസ്രായേൽ മക്കളെ നിങ്ങൾ മരുഭൂമിയിൽ വരണ്ട. ഗോശനിൽ തന്നെ ഒരു മതിൽ കെട്ടി വേർതിരിച്ച് അവിടെ പൂജാരികൾ വെച്ചുകൊള്ളണം. ഗോശനിൽ തന്നെ ഒരു മതിൽ കെട്ടി അവിടെ തന്നെ ആരാധിച്ചു. അങ്ങനെ പറഞ്ഞില്ല. ഗോശനിൽ എത്ര സ്ഥലമുണ്ടെങ്കിലും ഇസ്രായേലിൽ ആരാധനയില്ല. ആരാധനയുള്ളത് 3 ദിവസത്തെ വഴി ദൂരത്തിലാണ്. നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിക്കാം. മൂന്നാമതായിട്ട് നിന്നെ തന്നെ സൂക്ഷിക്കാം. ജീവിതത്തെ സൂക്ഷിക്കാം. അതെങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? പിന്മാറ്റം വരാതെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. യൂദായുടെ ലേഖനം 24-ാം വാക്യം. നിങ്ങളെ സൂക്ഷിച്ച് എന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി
ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. നിങ്ങളെ സൂക്ഷിച്ച് ഒരൊറ്റ പിന്മാറ്റം ഉണ്ടായാൽ മാസങ്ങളും വർഷങ്ങളും പോക്കാണ്. ഒരൊറ്റ പിന്മാറ്റം ഉണ്ടായാൽ മാസങ്ങളും വർഷങ്ങളും പോക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്മാറ്റം ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം. ആമേൻ. ഒരു കാലത്ത് ഉപേക്ഷിച്ചതൊന്നും ജീവിതത്തിൽ തിരിച്ചെടുക്കരുത്. ഒരു കാലത്ത് ജീവിതത്തിൽ ഉപേക്ഷിച്ചതൊന്നും തിരികെ എടുക്കരുത്. വിട്ടതെന്നേക്കുമായിട്ട് വിടുക. ഉപേക്ഷിച്ചതെന്നേക്കുമായി ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. വീഴാതെ സൂക്ഷിക്കുക. ആമേൻ. നമ്മുടെ നാട്ടില് വഴിയിലെല്ലാം ഇങ്ങനെ ട്രാൻസ്ഫോമർ കാണാം. ഇവിടൊക്കെ ഉണ്ടോ എന്തോ? ഇവിടെ ഇല്ലായിരിക്കും അല്ലേ? ആ ട്രാൻസ്ഫോമറിലെ ഒരു പടം കണ്ടിട്ടുണ്ടോ? എന്തുവാ? രണ്ട് അസ്ഥി ഇങ്ങനെ അല്ലേ? അതിന്റെ നടക്കം ഒരു തലയോട്ടി ഇങ്ങനെ പല്ലും കിരിച്ചിരിക്കുക. എന്തിനാണ് അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് അറിയാമോ? ഇലക്ട്രിസിറ്റിയുടെ പ്രമാണം വിട്ടാൽ വലിയ ബോംബ് കയറി വന്ന് എന്നെ തൊട്ടാൽ പല്ലും കിരിച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റിയുടെ പ്രമാണം വിട്ട് വഴിയ പോകുമ്പോൾ എന്നെ തൊട്ടാൽ ഇങ്ങനെ പല്ലും കിരിച്ചിരിക്കുമെന്ന്. പ്രമാണം വിട്ട് ജീവിച്ചാൽ പല്ല് കിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നീ പിന്മാറി പോകുന്നത്? പ്രമാണം വിട്ട് നടക്കുന്നത് കൊണ്ടാണ്. നിന്റെ വാക്കും ഭാഷണവും നിന്റെ നിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം എല്ലാം കറക്റ്റ് പ്രമാണത്തിൽ സൂക്ഷിച്ചു കൊള്ളുക. കൃത്യമായി പ്രമാണത്തിൽ നീ സൂക്ഷിച്ചു കൊള്ളുക. ദർശനം ഒരിക്കൽ പോയാൽ പിന്നെ പോക്കാണ്. ഇവിടെ മനോരമയിൽ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. ബാംഗ്ലൂരിൽ ഇന്റർസ്റ്റേറ്റ് മത്സരത്തിൽ ഒന്നാം സമ്മാനം വാങ്ങിച്ച പോലീസ് നായൻ. അതിന്റെ പേരാണ് ഓട്ടോ എന്ന പെൺപട്ടി. ഓട്ടോ എന്ന പെൺപട്ടി. ആമേൻ. അതിനെ ലേലം വിളിക്കാൻ പോകുന്നു. പത്രത്തിലുണ്ടായിരുന്നു. എന്തിനാ കാരണം എഴുതിയിട്ടുണ്ട്. ഓട്ടോയുടെ ഘ്രാണം പോയിട്ടില്ല, മൂക്കിന്റെ ശക്തി പോയിട്ടില്ല. ഓട്ടോയുടെ ആ പട്ടിയുടെ മൂക്കിന്റെ ശക്തി പോയിട്ടില്ല, ചെവിയുടെ കേൾവി പോയിട്ടില്ല. പക്ഷെ ഓട്ടോയുടെ കണ്ണിന്റെ കാഴ്ച പോയി. She has lost her vision. ദർശനം പോയെന്ന്. അതിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ദർശനം പോയി. അതെ. ഇനി എന്തിനു വള്ള? ലേലം വിളിക്കാൻ പരുവത്തിനാ ഷാർജയിൽ ചിലരിക്കുന്നത്. ദർശനവും കളഞ്ഞു. ആമേൻ. ക്രിസ്ത്യ ജീവിതവും കളഞ്ഞു. പണ്ടത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കോടാലി ഇന്ന് രാത്രി എങ്ങനെ ഇരിക്കുന്നു? ആമേൻ. മൂർച്ചയുണ്ടോ? ഹല്ലേലൂയ. ഈയൊരു സഹോദരൻ പറയുണ്ടായി. കുമ്പനാട്ട് ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നതാ. എന്റെ അമ്മച്ചി പണ്ടത്തെ മരം ഒന്നും അല്ല ഇപ്പോഴത്തെ മരം. പണ്ട് സാറിന്റെ കാലത്ത് അവൻ സാറപ്പത്തിന് അങ്ങോട്ട് ചെന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് വെട്ടി ഒരു ഉന്തും കൊടുക്കുമ്പോ ഈ മരമെല്ലാം ഐപീസിലോട്ട് വീഴുമായിരുന്നു. പണ്ട് എബ്രഹാം സാറിന്റെ കാലത്ത് അപ്പുറം ഇപ്പുറം ഒന്ന് വെട്ടിയിട്ട് ഒരു ഉന്ത് കൊടുക്കുമ്പോൾ എല്ലാം ഐപീസിലോട്ടങ്ങ് വീഴുമായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ വെട്ടിയാലുണ്ടല്ലോ. ഇങ്ങനെ കുലുക്കി ഇരിക്കുക അല്ലാതെ ഒരെണ്ണം വീഴും. എല്ലാം ഇങ്ങനെ കുലുങ്ങി ഇരിക്കുകയല്ലാതെ ഒരെണ്ണം വീഴുകയില്ല. അത് മരത്തിന്റെ വ്യത്യാസമല്ല. കോടാലിയുടെ വ്യത്യാസമാ. ഞങ്ങളുടെ കോടാലി എന്നേ പോയതാ. എവിടെ കോടാലി എന്നേ പോയതോ? എവിടെയാ പോയത് പോലും അറിയത്തില്ല. എന്നാലും കോടാലി കൈ കൊണ്ട് രാവിലെ ഇറങ്ങും.
അങ്ങനെ ഇരുന്നങ്ങോട്ട് മുറുക്കി. അവൻ വെള്ളത്തിന്റെ വടിയെ പുള്ളി ഇങ്ങനെ ഇരിക്കുക. വെള്ളത്തിന്റെ വടിയെ പുള്ളി ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് പുറകിൽ ചൊരുകിയിരുന്ന കോടാലി വെള്ളത്തിലോട്ടങ്ങ് വീണു. പെട്ടെന്ന് പുറകിൽ വെച്ചിരുന്ന കോടാലി വെള്ളത്തിലേക്ക് പോയി. അത് വീണ സ്ഥലത്ത് ആ വള്ളത്തിന്റെ വക്കേ തന്നെ ഒരു മാർക്കിട്ടു. ആ വീണ സ്ഥലത്ത് വള്ളത്തിന്റെ വക്കേ തന്നെ ചുണ്ണാമ്പ് കൊണ്ടൊരു വരയിട്ടു. ആലപ്പുഴ ചെന്നു. അവൻ വള്ളക്കാരെല്ലാം വിളിച്ചു. മക്കളെ കോടാലി പോയി കേട്ടോ. മക്കളെ കോടാലി പോയി കേട്ടോ. എവിടാ പറ്റാ പോയി? എവിടാ പറ്റാ പോയത്? ഇനി വാ, വരച്ചിട്ടുണ്ട് ഇവിടെ. ഇനി വാ, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. വേമ്പനാട്ടുകാരി കോടാലി പോയിട്ട് ആലപ്പുഴ ചെന്നാ വരയ്ക്കുന്നത്. വേമ്പനാട്ടുകാരി കോടാലി പോയിട്ട് ആലപ്പുഴ ചെന്നാ വരച്ചു നോക്കുന്നത്. അവൻ എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദര, ശുശ്രൂഷയുടെ മുൻപിൽ പുതിയ കോടാലി ഏറ്റുവാങ്ങി. ശുശ്രൂഷയുടെ മുമ്പിൽ പുതിയ കോടാലി നീ ഏറ്റുവാങ്ങി. ഉപവാസത്താലും പ്രാർത്ഥനയാലും തുകച്ച കോടാലി. ഉപവാസത്താലും പ്രാർത്ഥനയാലുമുള്ള കോടാലി. ഹല്ലേലൂയ. ഒരു പുതിയത് നമുക്ക് ദൈവത്തോട് ഏറ്റുവാങ്ങാം. ഒരു പുതിയത് നമുക്ക് ദൈവത്തോട് ഏറ്റുവാങ്ങാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമല്ല ആമേൻ. അടുത്തത് ശുശ്രൂഷ നിവർത്തിക്കാം. ശുശ്രൂഷ നിവർത്തിക്കാം. നിന്നെ തന്നെ സൂക്ഷിക്കാം. നിന്നെ തന്നെ സൂക്ഷിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി രണ്ടാമതായി ശുശ്രൂഷ നിവർത്തിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി രണ്ടാമതായി ശുശ്രൂഷ നിവർത്തിക്കാം. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? 4-ാമത്തെ 11-ാം വാക്യം. 4-ാം അധ്യായത്തിൽ വരുന്ന വാക്യം, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. മക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗമുള്ളവൻ. ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. Praise the Lord. മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവാ. മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവാ. അതാണ് സുവിശേഷകന്റെ പണി. അതാണ് സുവിശേഷകന്റെ പണി. സുവിശേഷകന്റെ ശുശ്രൂഷ അതാണ്. സുവിശേഷകന്റെ ശുശ്രൂഷ അതാണ്. അവൻ ആഗ്രഹിക്കുന്ന മർക്കോസുമാര് ഷാർജയിൽ ഒത്തിരിയുണ്ട്. ആഗ്രഹിക്കുന്ന മർക്കോസന്മാർ ഷാർജയിൽ അനേകം. അവരെ പോയി കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. അവരെ പോയി കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അവൻ ആദ്യമായിട്ട് ദാസന്മാരോട് കണക്ക് തീർക്കും. ആദ്യമായിട്ട് ദാസന്മാരോട് കണക്ക് തീർക്കും. അവൻ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ദാസന്മാരുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ദാസന്മാരുണ്ടല്ലോ. എല്ലാരോടും കണക്ക് തീർക്കും. എല്ലാവരോടും കണക്ക് തീർക്കും. Praise the Lord. Praise the Lord. അവൻ ഏതാണ്ട് ഇതുപോലെ തീർക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ തീർക്കുന്നത്. കണ്ടിയൂര് 2 സഹോദരന്മാരുണ്ടായിരുന്നു. കണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 സഹോദരന്മാരുണ്ടായി. ചെറിയാച്ചനും അവറാച്ചനും. ചെറിയാച്ചനും അവറാച്ചനും ചേട്ടനും അനിയനുമാ. ചേട്ടനും അനിയനുമാ. ഒരു ദിവസമാ മരിച്ചേ. ഒരു ദിവസം മരിച്ച് രണ്ടുപേരും സ്വർഗത്തിലോട്ട് പോവുക. രണ്ടുപേരും കൂടി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. ചെറിയാച്ചന്റെ തലയില് ചെറിയാച്ചന്റെ തലയില് ഒരു വലിയ കെട്ടുണ്ട്. ഒരു വലിയ കെട്ടുണ്ട്. അമേ പുറകെ വരുന്നത് അനിയൻ അവറാച്ചനാണ്. പുറകെ വരുന്ന അനിയൻ അവറാച്ചനാണ്. അവറാച്ചന്റെ കയ്യിൽ ഒരു കൊച്ചു കെട്ടാണ്. അവറാച്ചന്റെ കയ്യിൽ ഒരു ചെറിയ കെട്ടാണ്. ചെറിയാച്ചൻ ചോദിച്ച അവറാച്ച ആ കെട്ടൊന്നും ഇല്ലയോ? ചെറിയാച്ചൻ ചോദിച്ചു അവറാച്ച കെട്ടൊന്നും ഇല്ലയോ? ഈ കൊച്ചു കെട്ടേ ഉള്ളൂ. ഈ കൊച്ചു കെട്ടേ ഉള്ളൂ. ഒരു 10 കൺവെൻഷൻ വെക്കാൻ വിചാരിച്ചു. ഒരു 10 കൺവെൻഷൻ കൂടെ വെക്കാൻ വിചാരിച്ചു. ഉപദേശമാർക്കൊക്കെ കൈമടക്ക് കൊടുക്കാൻ വിചാരിച്ചു. ഉപദേശമാർക്കൊക്കെ ഇതിന് കൈമടക്ക് കൊടുക്കാൻ വിചാരിച്ചു. ആശുപത്രി സന്ദർശനമൊക്കെ നടത്താൻ വിചാരിച്ചു. ആശുപത്രി സന്ദർശനമൊക്കെ നടത്താൻ വിചാരിച്ചു. കണ്ടില്ലയോ ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് എന്റെ കെട്ട് കണ്ടില്ലയോ? കണ്ടില്ലയോ ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് എന്റെ കെട്ടെന്ന് കണ്ടില്ലയോ? ഈ പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്റെ കൂടെ പോരാൻ പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്റെ കൂടി പോരെ. സ്വർഗത്തിൽ ചെന്നപ്പോൾ കണ്ടിയൂർ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടു. കണ്ടിയൂർ എന്ന ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലം. അവിടെ 2 കസേര പോയിരുന്നു. വർഷങ്ങൾ അങ്ങനെ ഇരുന്നു. ആമേൻ. ഒന്നാം പുനരുത്ഥാനം കഴിഞ്ഞു. എല്ലാവർക്കും ആമേൻ പ്രതിഫലം കൊടുക്കുന്ന സമയമായി. ആമേൻ. കോട്ടയം ചങ്ങനാശ്ശേരി നെടുമങ്ങാട് എല്ലാം വിളിച്ചു. എല്ലാം പേര് വിളിച്ചു. ആമേൻ. കണ്ടിയൂർ. പുത്തംവീട്ടിൽ ചെറിയാച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റു. ഭയങ്കര കെട്ടുണ്ട് തലയിൽ. ഭയങ്കര ഒരു കെട്ട് തലയിൽ. ഇതങ്ങോട്ട് ഇറക്കി വെക്കുമ്പോ എന്തായിരിക്കും പ്രതിഫലം? ഇതങ്ങോട്ട് ഇറക്കി വെക്കുമ്പോ എന്തൊരു പ്രതിഫലമായിരിക്കും എന്ന് വിചാരിച്ചോണ്ടാ പോകുന്നത്. എന്ന് മനസ്സ് വിചാരിച്ചോണ്ടാ പോകുന്നത്. കർത്താവിന് മുമ്പിലോട്ട് ചെന്നപ്പോൾ അവിടെ തീക്കുണ്ടമുണ്ട്. അതിനകത്തൂടെ ഇറങ്ങി കയറി വേണം അങ്ങോട്ട് ചെല്ലാൻ. അതിനകത്ത് കയറി വേണം അപ്പുറത്തിയല്ല. ചെറിയാച്ചൻ അങ്ങോട്ട് ഇറങ്ങി. ഒരു ശബ്ദം തപ്പി നോക്കിയപ്പം ആ കെട്ട് കാണാനേ ഇല്ല. ഇത്രയും ചാര ഇരിപ്പുണ്ട്. ഒരുപടി ചാര ഇരിപ്പുണ്ട്. കർത്താവിന് മുമ്പിൽ ചെന്ന് നിന്നു. കർത്താവ് ചോദിച്ചു ചെറിയാച്ചൻ എവിടെ നിന്ന് വരുന്നു? ചെറിയാച്ചൻ നീ എവിടെ നിന്ന് വരുന്നു? കെട്ടൊന്നുമില്ലേ? കർത്താവെ കണ്ടിയൂരിൽ ഇറങ്ങിയപ്പോ വലിയ കെട്ടുണ്ടായിരുന്നു. കർത്താവെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയൊരു കെട്ടുണ്ടായിരുന്നു. ഈ തീക്കകത്തോട്ട് ഇറങ്ങിയപ്പോ എല്ലാം വെന്തുപോയി. എല്ലാം വെന്തുപോയി. ഇത്രയും ചാര ഉള്ളു. ഇപ്പൊ ഇത്രയും ചാരം എന്റെ കയ്യിലുണ്ട്. കർത്താവ് സാരയില്ല,
നിന്റെ പ്രാണനെയെങ്കിലും രക്ഷിച്ചല്ലോ. കർത്താവ് പറഞ്ഞു സാരമില്ല നിന്റെ പ്രാണനെയെങ്കിലും നീ രക്ഷിച്ചല്ലോ. ആ കസരെ പോയി ഇരുന്നോളാൻ ആ പറഞ്ഞു. കസാരെ പോയിരിക്കാൻ പറഞ്ഞു. അടുത്തത് അവറാച്ചൻ. അടുത്ത അവറാച്ചൻ. അവറാച്ചൻ ആലല പോലെ വിറച്ചോണ്ടായിരുന്നു. അവറാച്ചൻ വല്ലാതെ വരച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. കാരണം ചെറിയാച്ചന്റെ വലിയ കെട്ട് വെന്തിട്ട് ഇത്രയും ചാരേ ഉള്ളൂ. ചെറിയാച്ചന് വലിയൊരു കെട്ട് വന്നിട്ട് ഇത്ര ഒരു പിടിച്ചാരേ ഉള്ളൂ. ഇത് എന്താ എന്നാ കാണും? ഇത് എന്തായാലും എന്നാ കാണും. അങ്ങനെ പേടിച്ച് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പേടിച്ച തീക്കകത്തോട്ട് ഇറങ്ങി. തീക്കാത്തോട്ട് ഇറങ്ങി കേറി 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 വന്നപ്പോൾ ഇത് വെട്ടി തിളങ്ങുന്നു. കേറി വന്നപ്പോൾ ഇത് വെട്ടിത്തിളങ്ങുന്നു. കർത്താവ് ചോദിച്ചു അവറാച്ച കയ്യിൽ നിന്ന് തിളങ്ങുന്ന എന്നാ? കർത്താവ് ചോദിച്ചു അവറാച്ച കയ്യിൽ നിന്ന് തിളങ്ങുന്ന എന്തുവാ? കർത്താവേ എനിക്ക് കൃപാവരം ഒന്നുമില്ല. കർത്താവേ എനിക്ക് കൃപാവരം ഒന്നുമില്ലായിരുന്നു. മൈക്കിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ല. മൈക്കിന് മുമ്പിൽ ഒരു പ്രാവശ്യം പോലും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഊതിയിട്ട് ആരും വീണില്ല. ഞാൻ ഊതിയിട്ട് ആരും വീണില്ല. രോഗശാന്തിയും ഭൂതശാന്തിയും ഒന്നുമില്ലായിരുന്നു. രോഗശാന്തി ഭൂതശാന്തി ഒന്നും എനിക്കില്ല. ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷൻ നടക്കുമ്പോ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോട് കരയും. ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ രാത്രിയാമങ്ങളിൽ കണ്ണുനീരോടെ കരയും. കരഞ്ഞതിന്റെ ഒരു കൊച്ചു കെട്ടായി. അങ്ങനെ കരഞ്ഞതിന്റെ ഒരു ചെറിയ കെട്ടായത്. പറഞ്ഞു മതി സഹോദര, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. കർത്താവ് പറഞ്ഞു മതി സഹോദര, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. അധികത്തിന് വിചാരകൻ. ഞാൻ നിന്നെ ആത്മീയത്തിന് വിചാരകനാക്കും. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പൈതലേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്പത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്പത്തിൽ നമുക്ക് വിശ്വസ്തരായി ജീവിതങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് അവന്റെ മുൻപിലൊന്ന് നിൽക്കാം. നമുക്ക് അവന്റെ മുൻപിലൊന്ന് നിൽക്കാം. ഹല്ലേലൂയ. പ്രസിഡന്റ് റൂസ്വെൽറ്റ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 50 ദിവസത്തെ നായാട്ടിനായിട്ട് 50 ദിവസത്തെ നായാട്ടിനായിട്ട് ആഫ്രിക്കയിൽ പോയി. അതേ കപ്പലിൽ റോബർട്ട് മോർസൺ എന്ന് പറയുന്ന ദൈവദാസൻ 50 ദിവസത്തെ സുവിശേഷ പ്രസംഗത്തിനായി 50 ദിവസത്തെ സുവിശേഷ പ്രസംഗത്തിനായി ആഫ്രിക്കയിലേക്ക് പോയി. രണ്ടുപേരും തിരിച്ചു വരുന്നതും അതേ കപ്പലിലാണ്. പ്രസിഡന്റ് റൂസ്വെൽറ്റ് വന്ന് ഇറങ്ങിയ ഉടനെ ആചാര വെടികളോടെ സൈന്യ സന്നാഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ച് വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി. അവിടെ വലിയ ശാന്തമായപ്പോൾ റോബർട്ട് മോറിസൺ ഒരു പഴയ സൂട്ട് കേസും ഒക്കെ പിടിച്ച് കൂരി കപ്പലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കൈകൊട്ടി ഒരു ടാക്സി വിളിച്ചു. ആദ്യം കൈകൊട്ടി ഒരു ടാക്സി വിളിച്ചു. അതേ കയറിയിരുന്നു. കുറേ ദൂരം ഓടിച്ചപ്പോൾ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. തമ്പുരാനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ 50 ദിവസത്തെ നായാട്ട് വിനോദത്തിനായി റൂസ്വെൽറ്റ് പോയേച്ചു വന്നപ്പോൾ എന്ത് ഭയങ്കര സന്നാഹത്തോടെ നീ സ്വീകരിച്ചു. അവനെ സ്വീകരിച്ചു. എന്റെ വയസ്സാം കാലത്ത് ഞാൻ നിന്നെ സേവിച്ചിട്ട് മടങ്ങി വന്നിട്ട് എന്റെ വയസ്സിനാകാലത്ത് ഞാൻ സേവിച്ചിട്ട് ഞാൻ മടങ്ങി വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരെ നീ നിർത്തിയില്ലല്ലോ. എന്നെ സ്വീകരിക്കാൻ ആരെയും നിർത്തിയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, മകനെ take it easy, ഹൃദയം ശാന്തമാകാം. മകനെ നിന്റെ ഹൃദയം ശാന്തമാകുക. റൂസ്വെൽറ്റ് മടങ്ങി വന്നത് അവന്റെ വീട്ടിലേക്കാണ്. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അന്ന് ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും. അവന് വേണ്ടി ചെയ്ത ശുശ്രൂഷയ്ക്ക് തക്കവണ്ണമാണ്. അവൻ നമ്മെ മാനിക്കുവാൻ ഇന്ന് രാത്രി സ്വർഗ്ഗം വിശ്വസിച്ചു. അവനെ പ്രതിഫലം നോക്കാതെ സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷയിൽ മുന്നേറാം. ഞാനിവിടെ നിർത്തട്ടെ. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. അതിനായി നമുക്ക് ഇന്ന് രാത്രി ഒരുങ്ങാം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാം. ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കാം. കർത്താവ് വീണ്ടും വരുന്നു. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.